والصلاة والسلام على رسوله المصطفى وعلى آله وصحابه الذين اصطفى أما بعد. ആദരണീയരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, നമ്മുടെ ചെറിയ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ മാന്യ വ്യക്തിത്വങ്ങൾ, കരളിലെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമിക്കൽ സ്വർഗത്തിലും സംഗമിക്കാൻ കാരണമാകുന്ന മഹത്തായ ഒരമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾക്കിങ്ങനെ കൂടാൻ, ചർച്ചകൾ നടത്താനുമൊക്കെ സൗകര്യമായി അല്ലാഹു തൗഫീഖ് നൽകിയതാണ് ഈ പള്ളിയും ഇതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളുമൊക്കെ. അതിനുവേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. സർവശക്തനായ അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി കൊണ്ട് പ്രാർത്ഥിക്കുക. നിസ്വാർത്ഥരായ, നിഷ്കളങ്കരായ മുഅ്മിനീങ്ങളുടെ മനസ്സാണ് ഇതൊക്കെ ഇവിടെ ഉയർന്നു വരാനുള്ള കാരണം. ആരുടെയും കഴിവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങൾ ഇടയ്ക്കിടെ ഒരുമിച്ച് കൂടുക, ദീനിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഇതൊക്കെ വലിയ മഹത്വമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, സാന്ദർഭികമായ അറിവും ചർച്ചയുമാണ് ഏറ്റവും ഫലപ്രദമായത്, അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായത് എന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചർച്ച ഉളുഹിയ്യത്തിനെ സംബന്ധിച്ച് ആകാനുള്ള കാരണം. ഉളുഹിയ്യത്ത് സുന്നത്തായ ഒരു കർമ്മമാണെങ്കിലും അല്ലാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ പുണ്യവും പ്രാധാന്യവുമുണ്ട് എന്ന് മുഅ്മിനീങ്ങളായ നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. അതിനാണ് ഇതിൻ്റെ അടിസ്ഥാനമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ നിന്ന് ഖലീലുല്ലാ
അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ ഈ ഉളുഹിയ്യത്തിന് തുടക്കം കുറിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു പ്രവാചകനാണ്. ഇന്നഹു അവ്വാഹുൻ ഹലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു തആല വിശേഷിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അധികം മടങ്ങിയ ആൾ, ക്ഷമയുടെ ഉത്തുംഗതയിൽ എത്തിയ ആൾ എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ട ആളാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല. അതിൽപ്പെട്ട വലിയ ഒരു പരീക്ഷണമാണ് നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ പ്രായമായ സമയത്ത് ഒരു കുഞ്ഞിനെ നൽകുകയും ആ നൽകപ്പെട്ട കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി കഴിക്കണമെന്ന് അള്ളാഹു തആല കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് തയ്യാറായത് ഇല്ല. ആ പരീക്ഷണത്തിൽ മകനെ അറുക്കുന്നതിന് പകരം ഒരാടിനെ നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതിക്കൊണ്ടല്ല സ്വന്തം മകനെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുങ്ങുന്നത്. ബലി കഴിക്കുക തന്നെ വേണ്ടി വരുമെന്ന ദൃഢമായ ഉറപ്പോടുകൂടെയാണ് തൻ്റെ മകനെ ആ കർമ്മത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആ വിളി നമ്മൾക്കത് വ്യക്തമാക്കി തരും. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. എൻ്റെ കുഞ്ഞു മോനെ, ഏറ്റവും പ്രിയപ്പെട്ട മോനെ, ഇന്നി അറാഫിൽ മനാമി, സ്വപ്നത്തിലൂടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയ സന്ദേശമാണ്. നമ്മളെ സ്വപ്നം പോലെയല്ല. സ്വപ്നത്തിൽ കൽപ്പിച്ചാലും അതിനനുസരിക്കലും അത് നിറവേറ്റലും പ്രവാചകന്മാർക്ക് നിർബന്ധമാണ്. ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹുക. അള്ളാഹുവിൻ്റെ നിർദ്ദേശം നിന്നെ ഞാൻ എൻ്റെ കൈകൊണ്ട് അറക്കണമെന്നാണ്. ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താ, നീ ഇത് ചിന്തിച്ച് പറയണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചത് മകൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ആ കാര്യം അങ്ങോട്ട് വിട്ടേക്കാമെന്ന് കരുതിക്കൊണ്ടല്ല, മറിച്ച് മകൻ പൂർണ്ണമായി അനുസരിക്കുകയും സഹകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ബലപ്രയോഗത്തിന് ആവശ്യമില്ല. ആ കർമ്മം നിർവഹിക്കാൻ എളുപ്പമാകുമെന്ന് കരുതി മാത്രമാണ് അഭിപ്രായം ചോദിച്ചത്. എന്നല്ലാതെ മോൻ അഭിപ്രായമല്ലെങ്കിൽ ആ പരിപാടി മാറ്റിവെക്കാം എന്ന് കരുതിയിട്ടല്ല. ഒന്ന്. രണ്ടാമത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനറിയാം എൻ്റെ മകനാണ്, എൻ്റെ മകൻ എൻ്റെ ആദർശത്തിലും എൻ്റെ ആശയത്തിലും വരുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനറിയാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മകൻ്റെ പ്രതികരണമുണ്ടായത് യാ അബത്തി അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഉപ്പ, ഇഫ് അൽ മാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ നിറവേറ്റണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വപ്നം കാണുന്നു എന്നത് കൽപ്പനയാണ്. ഇഫൽ മാ തുഅ്മർ, കൽപ്പിച്ചത് നിർവഹിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ,
പേടിക്കണ്ട, ഉപ്പ വിഷമിക്കണ്ട, ഉപ്പക്കെന്നെ എത്തിക്കാൻ കഴിയും. മിനസ്വാബിരീന, ക്ഷമിക്കുന്ന സഹിക്കുന്ന ഒരു മോനായിട്ട് ഉപ്പാക്ക് എന്നെ എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനിക്ക് വളരെ സന്തോഷമായി. ആ കർമ്മത്തിന് വേണ്ടി മുതിരുകയാണ്. ഇങ്ങനെ ഒരു സംഭവം മുമ്പിൽ നടത്തിക്കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താവുന്ന നമ്മളോട് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു. അള്ളിമു ലഹായാക്കും ഫഇന്നഹ അലസ്സിറാത്തി മതായാക്കും. നിങ്ങൾ നല്ല ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കണം. നല്ല മൃഗത്തെ നിങ്ങൾ ബലി കഴിക്കണം. എന്തിനു വേണ്ടി? ഫഇന്നഹ അലസ്സിറാത്തി മതായാക്കും. നാളെ നിങ്ങൾക്ക് മഹ്ശറയിൽ അത് വാഹനമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചു. മറ്റൊരു ഹദീസിൽ, തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ അമില ബിനു ആദമ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹ് മിൻ നിഹ്റാഖി ദമി ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ വഇന്ന അദ്ദമ ലയഖഉ മിനല്ലാഹി മകാനൻ ബിമകാനിൻ ഖബല അൻ യഖഅ അലൽ അർളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളുഹിയ്യത്തിൻ്റെ മഹത്വം പറയുകയാണ്. മാ അമില ബിനു ആദമ, മനുഷ്യൻ പ്രവർത്തിച്ചിട്ടില്ല, മിൻ അമലി, ഒരു സൽക്കർമ്മവും, യൗമൽ നഹരി, പെരുന്നാൾ ദിവസത്തിൽ. ബലി പെരുന്നാളിൻ്റെ ഒരു പേരാണ് യൗമുൻ നഹർ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ തന്നെ അറവിൻ്റെ ദിവസം എന്നാ. ഈ കർമ്മം അതിലെ മഹത്തായ അമലായതുകൊണ്ട് തന്നെയാണ് ആ ദിവസത്തിന് വലിയ പെരുന്നാൾ എന്നും ബലി പെരുന്നാൾ എന്നും അതിന് പ്രയോഗിക്കും. മനുഷ്യൻ ആ ദിവസത്തിൽ ഒരു സൽക്രമവും ചെയ്തിട്ടില്ല. അഹബ്ബ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമായതായിട്ട്, മിൻ നിഹ്റാഖിദ്ദമി, ബലിമൃഗത്തിൻ്റെ രക്തം മൂലിപ്പിക്കുന്നതിനേക്കാൾ. ഇന്നഹാ ലതഅതി യൗമൽ ഖിയാമ, ആ മൃഗം നാളെ അന്ത്യദിനത്തിൽ വരും. ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ, അതിൻ്റെ കൊമ്പോടുകൂടെ, അതിൻ്റെ രോമത്തോടുകൂടെ, അതിൻ്റെ കുളമ്പുകളോടുകൂടെ, അതിൻ്റെ നിറത്തോടുകൂടെ, അതിൻ്റെ ശൈലിയിൽ, അതിൻ്റെ രൂപത്തിൽ. അതുകൊണ്ടാണ് അതിനെ നിങ്ങൾ നന്നാക്കണമെന്ന് പറഞ്ഞത്. നല്ല മൃഗമാക്കണം, കാണാൻ ഭംഗിയുള്ളതാവണം. കൊമ്പില്ലെങ്കിലും അറക്കാൻ പറ്റുമെങ്കിലും കൊമ്പോടുകൂടെ വരുമെന്ന് പറഞ്ഞപ്പോൾ അറക്കേണ്ടത് കൊമ്പുള്ളതിനെ തന്നെയാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വഇന്ന അദ്ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബല അൻ യഖഅ അലൽ അർളി, അതിൻ്റെ രക്തം ഭൂമിയിൽ ഇറ്റുന്നതിൻ്റെ മുമ്പ് തന്നെ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടതാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ അതിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ, ആരാണ് കഴിവുള്ളവൻ? പെരുന്നാൾ ദിവസവും തുടർന്നുള്ള അയ്യാമത്തെ ശരീക്കിൻ്റെ 3 ദിവസവും 11, 12, 13 അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും നൽകിയിട്ട് ഒരു മൃഗമേതെന്ന്
നമ്മൾ പറയുന്നുണ്ട്. ഒരു മൃഗം വാങ്ങാനുള്ള കാശ് ഒരഭിപ്രായത്തിൽ പെരുന്നാൾ ദിവസം മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ്. അതല്ല പ്രബലം. പെരുന്നാൾ ദിവസവും തുടർന്നുള്ള 3 ദിവസവും അയ്യാമത്തെ ശരീക്കിൻ്റെ 3 ദിവസമാണ്. ഈ 4 ദിവസത്തെ പകലുകൾ അവൻ്റെ ഭക്ഷണം, അവൻ ചെലവെടുക്കുക നിർബന്ധമായവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും കഴിച്ച് ബാക്കി ഒരു മൃഗം വാങ്ങാനോ അല്ലെങ്കിൽ ശറയിൽ അനുവദിക്കുന്ന രൂപത്തിൽ ഒരു പങ്കാളിയാകാനോ നമ്മളെ ഉമർപോയ സയ്യിദ് അവറുകൾ അൽഹംദുലില്ലാഹ് അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മൾക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ അല്ലാഹു തആല അവർക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വാങ്ങാൻ കഴിയുന്നവൻ അത് നിർവഹിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യം തേടപ്പെടാത്തവർ, മത്ലൂബല്ലാത്തവർ വളരെ കുറവായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉളുഹിയ്യത്ത് എന്ന കർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താവുന്ന നമ്മൾക്ക് സുന്നത്ത് മുഅക്കദ്, ശക്തിയായ സുന്നത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. വാജിബ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് സുന്നത്തല്ല, അത് വാജിബ് തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ കഴിയും, സലാസുൻ കുതിബത്ത് അലയ്യ വലൻ തുകുതബ് അലൈക്കും. 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിർബന്ധമാക്കിയിരിക്കും. റസൂലുള്ളാഹി പറയാം, എനിക്ക് ആ കാര്യം നിർവഹിക്കൽ നിർബന്ധം. വലൻ തുകുതബ് അലൈക്കും, എൻ്റെ ഉമ്മത്തുകളാവുന്ന നിങ്ങൾക്ക് അത് നിർബന്ധമില്ല. ഏതാണ് ആ 3 കാര്യം? അന്നഹ്റു വൽ വിത്റു വ റകഅത്തുൽ ഫജ്രി. ഒന്ന് അന്നഹ്റു, ഈ അറവ, ഉളുഹിയ്യത്ത് അറവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അതും അതിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഹിമ്മത്ത്, മനക്കരുത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കരുത്തും ഒരുപോലെയല്ല. ചില കാര്യങ്ങൾ ഹിമ്മത്തിന്, മനക്കരുത്തനുസരിച്ചായിരിക്കും കൽപ്പന. റസൂലുള്ളാഹിയുടെ ഹിമ്മത്ത് ലഹു ഹീമമുല്ല മുൻതഹാലി കിബാരിഹ വഹിമ്മത്തുഹു സുറാ അജല്ലു മിനദ്ദഹിരി. റസൂലുള്ളാഹിന്റെ മനക്കരുത്ത് ഒരു കാര്യം ചെയ്യാൻ, ഏത് കാര്യമായാലും അത് നമ്മൾക്ക് കിട്ടൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർബന്ധമെന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി നിർവഹിക്കും. നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾക്കും ചെയ്യാൻ കഴിയൽ അങ്ങനെയാണ്. നമ്മളെ ഹിമ്മത്തനുസരിച്ചാണ്, മനക്കരുത്തനുസരിച്ചാണ്. ഇക്കൊല്ലം എനിക്ക് എന്തായാലും ഒരു ഉളുഹിയ്യത്ത് അറക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് കഴിയലേനെ. അങ്ങനെ സംശയിച്ചു, ഇപ്പോൾ കൊല്ലം കഴിയുമോ, സാമ്പത്തികമായിട്ട് കുറേ ക്ഷീണമാണ്. എന്ത് ക്ഷീണമായാലും ശരി, നമ്മൾ പെരുന്നാൾ കഴിക്കുന്നിടത്ത് വല്ല കുറവുണ്ടാവുമോ? കുട്ടികൾക്ക് വസ്ത്രം എടുക്കുന്നിടത്ത് കുറവാക്കാൻ പറ്റില്ലല്ലോ. മറ്റ് കാര്യങ്ങളിലൊന്നും നമ്മൾ കുറവാക്കണില്ല. പിന്നെ അള്ളാഹു കൽപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര പ്രാധാന്യമെന്ന് പറഞ്ഞ അതിന് മാത്രം നമ്മൾക്ക് എങ്ങനെ ക്ഷീണമാവുന്നത്? അത് ഈ ഹിമ്മത്ത് കുറവാ, മനക്കരുത്ത് കുറവാ. 7 ആൾ കൂടിയിട്ട് ഒരു മൃഗത്തെ അറക്കുകയാണെങ്കിൽ 2 വയസ്സ് തികഞ്ഞ ഉപാധികളൊക്കെ ഒത്തൊന്നിനെ അറക്കുകയാണെങ്കിൽ വലിയൊരു സംഖ്യ ഒന്നും അതിലേക്ക് കൂട്ടേണ്ടി വരില്ല.
അല്ലാഹു തആല നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താ ഞാൻ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് എല്ലാ വർഷവും നിർവഹിച്ചു പോന്നിരുന്നു എന്ന് മാത്രമല്ല, മരണാനന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അലി റളിയല്ലാഹു അൻഹു നിർവഹിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. മരിച്ചവർക്ക് വേണ്ടി ഉളിഹിയത്ത് നിർവഹിക്കണമെങ്കിലും മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യണം. വസിയത്തില്ലാതെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രബലാഭിപ്രായത്തിൽ ഉളിഹിയത്തില്ല. അതിലേക്ക് കൂട്ടി വായിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു എല്ലാ വർഷവും നിർവഹിച്ചിരുന്നു എന്നും പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തതായിരിക്കും എന്നും വേണമെങ്കിൽ കൂട്ടി വായിക്കാം. പക്ഷേ നിർബന്ധം എന്തായിരുന്നാലും റസൂലുള്ളാഹിക്ക് വഫാത്തിൻ്റെ ശേഷം ഉണ്ടാവില്ലല്ലോ. വഫാത്തോടുകൂടെ, മരണത്തോടുകൂടെ എല്ലാ തക്ലീഫുകളും മുറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ മരണാനന്തരവും കൂടി നിർവഹിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർക്കശമായി ആ കാര്യം കണ്ടു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ കാര്യത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ മഹത്വവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളാവുന്ന നമ്മളൊക്കെ സ്വന്തമായി അത് നിർവഹിക്കാൻ കഴിയില്ലെങ്കിലും 7 ആളുകൾ കൂടിയിട്ടെങ്കിലും നമ്മൾ അത് നിർവഹിക്കാൻ നമ്മൾ അതിന് ശ്രമിക്കണമെന്നാണ് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ ഒരു വീട്ടുകാരൻ ഒരു മൃഗത്തെ അറുത്താൽ മൊത്തം ആ കുടുംബത്തോടുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശം വീടും. എന്ന് പറഞ്ഞാൽ സുന്നത്താണെങ്കിലും ആ കാര്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ സുന്നത്തുകൾ സംബന്ധിച്ച് നമ്മളോട് ചോദ്യമുണ്ടാവും. നീ അത് നിർവഹിച്ചോ? എന്തുകൊണ്ട് നീ അത് നിർവഹിച്ചില്ല? ഈ ചോദ്യം കുടുംബത്തിൽപ്പെട്ട ഒരാൾ നിർവഹിച്ചാൽ മൊത്തം ആ കുടുംബത്തിനെ തൊട്ട് ഒഴിവായി കിട്ടും. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണക്കാക്കുക? പ്രബലമായ അഭിപ്രായത്തിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചെലവിൽ ഉൾക്കൊണ്ടവർ, അവർക്കെല്ലാവർക്കും കൂടി അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവനാണ്. അതിലവൻ്റെ ഭാര്യ പെടും, ചെറിയ മക്കൾ വരും, മാതാപിതാക്കൾ ഉൾപ്പെടും, ജോലിയില്ലാത്ത വലിയ മക്കൾ ഉൾപ്പെടും. അവരൊക്കെ 4 ഭാര്യമാരുണ്ടെങ്കിൽ അവരെല്ലാവരും ഉൾപ്പെടും. ആ ഭാര്യമാരിലൊക്കെ മക്കളുണ്ടെങ്കിൽ അവരൊക്കെ പെടും. വ്യത്യസ്തമായ പുരകെട്ടി താമസിക്കുന്നവരാണെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കണമെന്നില്ല. ഒന്നിലേറെ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും അവർക്ക് അത് മതി. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ നിർവഹിച്ചാൽ മതി. ആര് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവൻ തന്നെ നിർവഹിക്കണമെന്നില്ല. വാപ്പയാണ് ഇവർക്കൊക്കെ ചെലവ് കൊടുക്കേണ്ടതെങ്കിൽ മൂത്ത മകനാണ് ആ കുടുംബത്തിൽ ആ കാര്യം നിർവഹിച്ചതെങ്കിലും മൊത്തം ആ കുടുംബത്തിന് അത് മതിയാവും. മതിയാവും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂലി കിട്ടിയെന്നല്ല. ഈ സുന്നത്തായ കാര്യം കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ തേട്ടം, അള്ളാഹുവിൻ്റെ കൽപ്പന എല്ലാവരും തൊട്ടും ഒഴിവാവും. കൂലി ആർക്ക് മാത്രമേ ഉണ്ടാവൂ? നിർവഹിച്ച ആൾക്ക് മാത്രമേ ഉണ്ടാവൂ. ഓരോരുത്തർക്കും ഉദ്ഹിയ്യത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ എല്ലാവർക്കും വേറെ വേറെ തന്നെ വേണം. കുടുംബത്തിൽ 7 ആളെ ഉള്ളെങ്കിൽ പിന്നെ പ്രശ്നമല്ല. ആ 7 ഓഹരി വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും ഒക്കെ കൂടെ അടാക്കി 7 ആൾ കൂടുതലില്ല എങ്കിൽ 7 ആളെ കൂട്ടിയിട്ട് 7 വീതം എന്നാണ് അവർ തന്നെ 7 വീതമായ മതി. എന്നിട്ട് 7 വീതത്തിനും നിയ്യത്ത് ചെയ്തുകൊണ്ട് അത് നിർവഹിച്ചാൽ മതി. എന്നാൽ കൂലിയും ഉണ്ടാവും. ഇനി മറ്റൊരു കാര്യമുണ്ട്. അത്തശ്രീഖു ഫിൽ അജിരി. അതെല്ലാ നല്ല കാര്യങ്ങളിലും പറ്റുന്നൊരു കാര്യമാണ്. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ കൂലിയിൽ എല്ലാവരും പങ്കാളികളാക്കുക.
അതെങ്ങനെ? ഉളുഹിയ്യത്ത് ഒരാൾ അറുത്തു, അവൻ്റെ പേരിൽ തന്നെ അറുത്തു, വേറെ ആരെയും പങ്കി ചേർത്തിട്ടില്ലെങ്കിലും അറുത്ത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഈ ഉളുഹിയ്യത്തിൻ്റെ കൂലി എൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കും നീ നൽകണം റഹ്മാനെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്കും കൂടി കൂലി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതെല്ലാം സൽക്കർമ്മം ചെയ്യുമ്പോഴും പറ്റും. നമ്മൾ വള്ളിക്ക് വേണ്ടി ഒരു 10,000 റുപ്യ കൊടുത്തു, അവൻ്റെ മരിച്ചു ഉമ്മുണ്ട്, ഉപ്പുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔദാര്യം വിശാലം, ഇവനൊന്നും കുറയില്ല, അവർക്കൊക്കെ കിട്ടുകയും ചെയ്യും. അത് തശ്രീഖു ഫിൽ അജ്റാണ്, അത് ഉളുഹിയ്യത്തിൻ്റെ കൂലിയല്ല. അതിന് മിസിൽ സവാബ് എന്ന് പറയും. നമ്മളുടെ ഫാത്തിഹ സൂറത്ത് പോയിട്ട് ഓരോരുത്തർക്ക് ഹദിയ ചെയ്യുന്നു. അത് ഈ രൂപത്തിലും പറ്റും. അപ്പം ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒന്നറുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് ഏറ്റവും നല്ലതാണ്. അത് ഒട്ടകത്തിന് അറക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ്. അതിൽ അറക്കാൻ പറ്റിയ ജീവികൾ 3 ഉള്ളൂ: ആട്, മാട്, ഒട്ടകം. ആടുകളെ പറ്റും, മാട് വർഗം മൂരിയാവട്ടെ പോത്താവട്ടെ, അത് ഒട്ടകം. അതിനേറ്റവും ഉയർന്നത് ഒട്ടകമാണ്. കാരണം മാംസം കൂടിയതും വില കൂടിയതും ജനങ്ങൾ കൂടുതൽ ആളുകൾക്ക് നൽകാൻ കഴിയുന്നതുമൊക്കെ ഒട്ടകമാണ്. ഒന്ന് അതാണ്. മറ്റൊന്ന് കാളവർഗം. അത് കാളയായാലും ശരി, പശുവായാലും ശരി, പോത്തായാലും ശരി, എരുമയായാലും ശരി, അതൊക്കെ പറ്റും. പെണ്ണ് പറ്റില്ല എന്ന് ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്. അങ്ങനല്ല. ചെനയുള്ളതാകരുത് എന്നേ ഉള്ളൂ. പെണ്ണ് പറ്റും, അതിന് ചെനയുള്ളതാവരുത്. ഇബ്നു റിഫാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അതിലും ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ പക്ഷെ അതിൽ 7 ആൾക്ക് കൂറാകാൻ പറ്റിയത് ഒട്ടകവും മാടും ഉള്ളൂ. ആട് ഒരാൾക്ക് ഒന്നിലേറെ ആൾക്ക് അതിൽ കൂറാൻ പറ്റില്ല. ഇവിടെ നമ്മൾ കൂടി അറക്കുന്നതിനടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം, അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മഹല്ലടിസ്ഥാനത്തിൽ അറവുണ്ടാക്കും. എന്നിട്ട് കുറേ ആളുകളേക്കൊന്ന് കാശ് പിരിക്കും. ഒരു വീതത്തിന് ഒരു ഉദാഹരണം പറയാം, 8,000 റുപ്യ എന്ന് പറയും. 8,000 റുപ്യ വീതം ഒരു 70 ആളേക്കാണ് പിരിച്ചു. എന്നിട്ട് ഒരു 10 പോത്തിനോട് വാങ്ങിക്കൊടുക്കും. 10 പോത്തിന് 70 ആളേക്കൊന്ന് പൈസ തിരിച്ചു. അതിന് എത്രയാവുന്നെങ്കിൽ ഏകദേശം 8 ആവട്ടെ 5 ആവട്ടെ അതുകൊണ്ടില്ല. ഇന്ന് കുറേ ഓഹരി ഷെയർ സ്വീകരിച്ചുകൊണ്ട്, ഉദാഹരണം പറയുകയാണ്, 70 ആളേക്കൊന്ന് ഷെയർ സ്വീകരിച്ച് 10 മൃഗത്തിനെ വാങ്ങിയാൽ ഒരു മൃഗത്തിൽ 7 ആളായല്ലോ. അല്ലേ? 7 വരിക. എന്നിട്ട് പോയിട്ട് അങ്ങാടി പോയിട്ട് പോത്തിനെ വാങ്ങുമ്പോഴോ 20ൻ്റെ പോത്തുണ്ടാവും, 30ൻ്റെ പോത്തുണ്ടാവും, 40ൻ്റെ പോത്തുണ്ടാവും, വ്യത്യസ്തമായ പോത്തുകൾ. എന്നിട്ട് ഈ കാശായിട്ട് പോയിട്ട് പോത്തുകൾ വാങ്ങിക്കൊണ്ടിട്ട് അവിടെ അറക്കുക. ഈ അറിവ് ശരിയാവില്ല.
ഒരു പോത്തിന് ഈ പോത്ത് ആർക്കറുക്കുന്നു അറിയണം. അപ്പോൾ ഒരു 7 ആൾ നിർണയിച്ചിട്ട് അതിൻ്റെ വിലയും നിർണയിച്ചിട്ട് ഈ പോത്ത് ഈ 7 ആൾക്ക്, അതിൻ്റെ വില ഇന്നത്, ആ വിലയിൽ ഒരാൾക്ക് ഇത്ര വരും, അത് നീ തരണം. ഇങ്ങനെ അതിൻ്റെ വില നിർണയിച്ച് വസ്തു നിർണയിച്ച് അറക്കണം. എന്നല്ലാതെ നമ്മൾ കണ്ടമാനം കുറേ കാശും പിരിച്ച് കുറേ സാധനവും വാങ്ങിക്കൊടുന്ന് ഇതൊക്കെ ഉദയത്തിനെന്നും പറഞ്ഞ് അറുത്താൽ അത് ശരിയാവില്ല. എന്തുകൊണ്ട്? ഒരു വലിയ പോത്ത ഇവൻ്റെ കയ്യിൽ നിന്ന് 5000 വാങ്ങിയത്, അപ്പോൾ 7 5 35 ഉറുപ്പ്യല്ലേ ആവുള്ളൂ. ആ പോത്തിന് 40 ഉറുപ്പ്യക്ക്. അതിന് ബാക്കിയുള്ള 5 ഏതാ? വേറൊരുത്തൻ്റെ 5 അല്ലേ? അപ്പോൾ ഈ പോത്തിൽ എത്ര ആളായി? 8 ആളായില്ലേ? 8 ആൾക്ക് വേണ്ടി ഒരു മൃഗർത്താൻ പറ്റുമോ? പറ്റില്ലോ. എങ്ങനെ? ഒരാളേക്കന്ന് 5 ഉറുപ്പ്യ ഷെയർ വാങ്ങി, അപ്പോൾ 7 ആളേക്കന്ന് 7 5 35 ഉണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള പോത്തിന് 40 ഉറുപ്പ്യക്കാണ്. അപ്പോൾ 40 ഉറുപ്പ്യ ആവുമ്പോൾ ബാക്കിയുള്ള 5 ആരതാ? 8ാമത്തെ ഒരാളതാ. അപ്പോൾ 8 ആൾക്കായി ഒരു പോത്തിനറക്കൽ. 8 ആൾക്ക് പോത്തിനറക്കാൻ പറ്റൂല. അത് അതിൻ്റെ പുറമെ ഇനി വേറെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സക്കാഫിയോടും പോയിട്ട് 2 ആടിനെ വാങ്ങി. അതിനെത്ര സംഖ്യ? 2 ആടിന് 20,000 ഉറുപ്പ്യ. 10,000 ഞാനും എടുത്തു, 10,000 മൂപ്പരും എടുത്തു. ഈ 20,000 കൊടുത്താണ് 2 ആടിനെ ഞങ്ങളോട് വാങ്ങി. ഒരാളിന് 10 മറ്റേ ആളിന് 10 എന്ന് പറഞ്ഞിട്ടല്ല. 20,000 ഉറുപ്പ്യക്ക് 2 ആടിനെ വാങ്ങിക്കൂടുന്ന ഞങ്ങൾ 2 ആളോട് അർത്തു. ഈ അറിവ് ശരിയാവില്ല. കാരണം എന്താ? ഓരോ ആടിൻ്റെയും പകുതി എനിക്കുമാണ് മൂപ്പർക്കുമാണ്. അതിന് പറയും മുഷാ ആയ മൃഗം. ഒന്നിൽ തന്നെ ഒന്നിലാറ് ആൾക്ക് ഷെയറുള്ളത്. മൂപ്പരാട് എൻ്റെ ആട്, എൻ്റെ ആടിന് പകുതി എനിക്കാണ്, പകുതി മൂപ്പർക്കാണ്. മൂപ്പരാളിനും പകുതി മൂപ്പർക്കാണ്, പകുതി എനിക്കുമാണ്. ഇങ്ങനെ 2 ആടർത്താൻ പറ്റൂല. നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്ത് 70 ആൾ കൂടി 10 മൃഗത്തെ വാങ്ങിക്കൊടുന്ന് കാശും പിരിച്ച് വാങ്ങിക്കൊടുന്ന് 10 കൂടി മഹല്ല് കമ്മിറ്റിയുടെ അർത്താൽ അതൊന്നും ശരിയാവൂല. അവിടേക്ക് ഒരുപാട് മസലകളുണ്ട്. നമുക്കെത്താ ഞങ്ങളെ മഹല്ലത്തിൽ ഇത്ര പോത്തെടുത്തിക്കണം. അപ്പോൾ ഭയങ്കരമായിപ്പോയി. ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് സംഗതി ശരിയാവണ്ടേ? എന്താ ഇപ്പോൾ ഞാൻ സക്കാഫി വാങ്ങിക്കൊണ്ടിട്ട് അർത്ഥത്തിൻ്റെ തെറ്റായിരുന്നത്? ആട് നിർണയമായില്ല. ഞാൻ ഏതൊരു ആടിനിറക്കുന്നു, അപ്പോൾ 2 ആടിനെ വാങ്ങിക്കൊണ്ടുവരാം. 20,000 ഉറുപ്പ്യം കൊടുത്ത് വാങ്ങിക്കൊണ്ടിട്ട് ഇത് നിങ്ങൾക്ക്, ഇത് എനിക്ക് 2 ആടിനെ വേർതിരിച്ച് ഓരോരുത്തർക്കും തയ്യനാക്കി നിർണയിച്ചതിൻ്റെ ശേഷം ഞാൻ ഇറക്കണം, മൂപ്പരിറക്കണം. അതുപോലെ തന്നെ 70 ആൾ കൂടി 10 എണ്ണം വാങ്ങിക്കൊണ്ട് വന്ന് അതിൽപ്പെട്ട ഒരു പോത്തിന് ഇതാർക്കുള്ളതാണ്, 7 ആളെ നിർണയിക്കുക, നിങ്ങൾക്കുള്ള പോത്ത്. ഇതിൻ്റെ വില എത്രയാണ്? 35 ഉറുപ്പ്യ. അപ്പോൾ ഓരോരുത്തരും 5 ഉറുപ്പ്യ. 35 ഉറുപ്പ്യ കണക്കായി ആ പോത്ത് അവർക്ക്. അത് തയ്യനാക്കി കാശ് അതിനനുസരിച്ച് വാങ്ങി അവർക്ക് കൊടുത്തിട്ട് പിന്നെ ഞറക്കണ്ട് കൊടുത്തുകൊണ്ട് കുറേ. നിയ്യത്തില്ലാതെ ഉളുഹിയത്ത് ശരിയാവില്ല. നിയ്യത്തില്ലാതെ ശരിയാവുന്ന ഉളുഹിയത്ത് ഒന്നേ ഉള്ളൂ, നേർച്ചയാക്കിയത്. മൻദൂർ നേർച്ചയാക്കിയതിന് നിയ്യത്തിൻ്റെ ആവശ്യമില്ല. മൻദൂറുണ്ട്. ആലിമ്യങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ പറയാം, മൻദൂറിൻ്റെ ഹുക്കുമിലുള്ളതുണ്ട്, അതിന് ജായിലുമുണ്ട്, വാജിബായതെന്ന് പറയും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മസലയാണ്. ഫുഖഹാവ് പറയുന്നു, ഒരാൾ അങ്ങാടിയിൽ നിന്ന് പോത്തിനെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇതെന്താ ചോദിച്ചു, ഹാദിഹി ഉദിഹിയത്തി, ഇതെനിക്കുള്ള ഉദിഹിയത്താന്ന് പറഞ്ഞാൽ തന്നെ അത് വാജിബായി എന്നാ.
ഇതെൻ്റെ ഉളിഹിയത്താന്ന് പറഞ്ഞാൽ തന്നെ അത് വാജിബായി. ഇപ്പോൾ വാജിബാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തുഫ്ഫൻ്റെ ഷറയിൽ സയ്യിദ് ഉമർ എന്നിവർ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞപ്പോൾ ഉളിഹിയത്ത് അറുക്കുക എന്നുള്ള നീയത്തല്ല ഇഖ്ബാർ, ഞാൻ സംഭവം വീരിച്ചു കൊടുത്തതാന്ന് നീയത്തുണ്ടെങ്കിൽ അങ്ങനെ നീയത്തിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് വാജിബാവൂല. ഇഖ്ബാർ ഉദ്ദേശിച്ചുകൊണ്ട്, കാര്യം അവന് മനസ്സിലാക്കി കൊടുക്കാന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, അത് ഉളിഹിയത്താക്കല്ല, കാര്യം മനസ്സിലാക്കി കൊടുക്കാന്ന് കരുതിയിട്ട് പറഞ്ഞാൽ അത് വാജിബാവൂല എന്നൊരു അഭിപ്രായം സയ്യിദ് ഉമർ എന്നിവർ. പക്ഷേ അതും അല്ല പ്രബലമായ അഭിപ്രായം, അതുകൊണ്ടും ആവും എന്നാണ്. ഒന്നിരിക്കലാണ് പറയണം സുന്നത്തായ ഉളിഹിയത്താണ്, എന്നാ പ്രശ്നമല്ല. ഇതല്ല സുന്നത്തായ ഉളിഹിയത്ത്, എന്നാ പിന്നെ വാജിബാവും. ഹാദി ഉളിയത്തി എന്നോ ജാൽത്തു ഹാദി ഉളിയത്ത് ഇത് ഞാൻ ഉളിഹിയത്താക്കിയിരിക്കുന്നു എന്നോ പറഞ്ഞാൽ കരുതിയ പോരാ. കരുതലിന് പ്രസക്തിയില്ല, വാക്ക് വേണ്ടോടത്ത് കരുതുന്ന എനിക്ക് പ്രസക്തിയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് വാജിബായി, അതിൽ നിന്ന് ഈ അർത്ഥം എനിക്ക് തിന്നാൻ പാടില്ല. വാജിബായി എന്ന് പറഞ്ഞാൽ ഒന്നതാ, ഈ അറുത്തവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കോ അതിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റൂല. പ്രബലമായ അഭിപ്രായത്തിൽ അഗ്നിയാവിന് കഴിവുള്ളവർക്കോ അതിന് കൊടുക്കാൻ പാടില്ല. നീർച്ചൻ്റെ വിധി അങ്ങനെ. ഒക്കെ ഫുഖറാവിന്, സാധുക്കൾക്ക് ഫുള്ളും സാധുക്കൾക്ക് കൊടുക്കേണ്ടിയത്. അപ്പം എന്താ പറഞ്ഞത്? നിയത്തും വേണം. നിയത്ത് വേണ്ടാത്തത് ഒന്നേ ഉള്ളൂ, മന്ദൂറത്ത് നേർച്ചയാക്കിയതിന് മാത്രമേ നിയ്യത്ത് വേണ്ടാത്തുള്ളൂ. ആരാ നിയ്യത്ത് വെക്കേണ്ടത്? നമ്മൾ പള്ളി കമ്മിറ്റിക്കാർക്കുമ്പോൾ ആരാ നിയ്യത്തുക്കൾ? ഞാൻ പറഞ്ഞല്ലോ, ഒരു മൃഗത്തെ 7 ആൾക്ക് നിർണയിക്കുക, ആ 7 ആളിൽപ്പെട്ട ഒരാളർക്കുക, ബാക്കിയുള്ള 6 ആറും പറയാ അറക്കാൻ വേണ്ടി നിന്നെ ഞങ്ങൾ വക്കാലത്താക്കി ഏൽപ്പിച്ചു. അവരെ സമ്മതപ്രകാരം അവൻ ഞങ്ങളുടെ ഉളിഹിയത്ത് എന്ന നീയത്തോടുകൂടെ ആ 7ൽപ്പെട്ട ഒരാളങ്ങോട്ട് അറുത്താൻ നീയത്തോടുകൂടെയായി. അവൻ അറക്കാൻ കഴിയെങ്കിൽ ഏറ്റവും ഉത്തമം അവൻ അറക്കല, പുരുഷന്മാരാവും. പെണ്ണിന് ഉത്തമല്ല, അറക്കാൻ പറ്റും. ആണാണെങ്കിൽ ഏറ്റവും നല്ലത് അവൻ തന്നെ അറക്കല. 7 ആളുണ്ടെങ്കിൽ 7ൽപ്പെട്ട ഒരാൾ അറക്കല. ഇനി 7 ആളും അറക്കലില്ലെങ്കിൽ എന്ത് വേണം? അറക്കുന്ന മൊല്ലാക്കുണ്ടാവും. ആ മൊല്ലാക്കാണ് ഇവർ ഏൽപ്പിക്കുക, വക്കാലത്താക്കുക. ഞങ്ങൾക്ക് വേണ്ടി അറക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ മൊല്ലാക്ക് അറക്കുമ്പോൾ ഇയാൾ നിയത്ത് ചെയ്താൽ മതി. അറിവ് കഴിഞ്ഞിട്ട് പിന്നെ നിയത്ത് ചെയ്ത കാര്യമല്ല. ഒന്നിരിക്കൽ അറക്കുമ്പോൾ ആണോ അതിന് മുമ്പുമാണ്. അറിവ് കഴിഞ്ഞിട്ടേ ആ അറുത്തിട്ട് എൻ്റെ തന്നെയാണ്, ഇതിൻ്റെ ഉളിയത്താണ്, അതുകൊണ്ട് കാര്യമില്ല, അവർക്ക് നിയത്ത് ചെല്ലൂല. അപ്പം ആ രൂപത്തിൽ നമ്മൾ കൂടി അറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തെങ്കിലേ ഉളുഹിയത്താവുള്ളൂ. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ ഭക്ഷിക്കാനുള്ള മാംസാവും. ഒരു സഹാബി, പരിസരത്തൊക്കെ സാധുക്കളാണ്, അപ്പോൾ ഒരു സഹാബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പെരുന്നാൾ നിസ്കാരത്തിന് പോരുമ്പോൾ തന്നെ അറുത്തിട്ട് കൊടുത്തു പോന്നു ഉളിയത്തെ. കാന്തര എന്നാൽ നിസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മളൊന്നും മാറിയല്ല, സാധുക്കളല്ലേ, ഭക്ഷണത്തിന് ആഗ്രഹമുള്ളവരല്ലേ, പ്രത്യേകിച്ച് മദീനയിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ അവർക്ക് എൻ്റെ മാംസമാവട്ടെ ആദ്യം ലഭിക്കുന്നത്, അതാവട്ടെ അവർ ആദ്യം കഴിക്കുന്നത് എന്നുള്ള നീയത്തോടുകൂടെ മൂപ്പര് ഉളിയത്തിന് നീയത്തൊന്നും കുഴപ്പമില്ല, നീയത്തും ശേഷിക്ക് വെച്ച് അറുത്ത് പോന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അറിവിൻ്റെ മസലൊക്കെ പറയും. അറിവിൻ്റെ മസല പറഞ്ഞു ഉളിഹിയത്തിൻ്റെ വക്ത് സമയം വിവരിച്ചു കൊടുത്തു. എങ്ങനെ ഉളിഹിയത്തിൻ്റെ വക്ത്? സൂര്യൻ ഉദിച്ചു പൊങ്ങിയതിൻ്റെ ശേഷം ചെറിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുത്ബ നിർവഹിക്കാനുമുള്ള സമയം കഴിഞ്ഞാലാണ് ഉളിഹിയത്തിൻ്റെ സമയം പ്രവേശിക്കുകയുള്ളൂ. സൂര്യൻ ഉദിച്ചതിൻ്റെ ശേഷം, ഉദിച്ച് പൊങ്ങിയതിൻ്റെ ശേഷം, ബഅദ ഇർതിഫാഇ ശംസി ബിഖദ്രി റുംഹിൻ, ദൃഷ്ടിയിൽ ഒരു കുന്തത്തിൻ്റെ കതിർ എന്ന് പറഞ്ഞാൽ നമ്മൾ കലണ്ടറൊക്കെ എഴുതിയിട്ടുണ്ടാവും സൂര്യോദയം 6:17, അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്
അതാ ഇർത്തിഫാ. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ അതിൻ്റെ ഫർളുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് ചെയ്യാൻ എത്ര സമയം വേണോ അത് കഴിഞ്ഞെങ്കിലേ ഉദ്ഹിയ്യത്തിൻ്റെ സമയം പ്രവേശിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വിവരിച്ചപ്പോൾ ഒരു സഹാബി പറഞ്ഞു, പ്രവാചകരെ ഞാൻ പോരുമ്പോൾ തന്നെ ഉദ്ഹിയ്യത്ത് അർത്താവുന്നതാണ്. അത് ഭക്ഷിക്കാനുള്ള മാംസയാവൂ, അത് ഉദ്ഹിയ്യത്താവൂല, ഈ രൂപത്തിൽ അറക്കണം. അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് ചെറിയൊരാടും കൂടി ഉണ്ട് നീ അതർത്ഥം. ആട് ചെറുതൊന്നും പറ്റൂല, 2 വയസ്സുള്ള ആടാവണം, അതേ അറിവിന് പറ്റുള്ളൂ. ആട് 2 രൂപത്തിലുണ്ട്, മഅ്സ് ലൈന്, നെയ്യാട് കോലാട് എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ കോലാടാ, മനസ്സിലായിക്കോളൂ. ചെമ്മിരിയാടാണെങ്കിലും അതൊന്നും നെയ്യാടാവൂല, കോലാടാ. നെയ്യാട് കാണണമെങ്കിൽ സൗദി അറേബ്യ പോയാൽ കാണാം അല്ലേ, നെയ്യിൻ്റെ ഉണ്ട ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ടാവും. ആ നെയ്യാട് അതിനൊരു വയസ്സായാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ കോലാട, മഅ്സ് എന്നതിന് പറയാം. അതിന് 2 വയസ്സാവണം. 2 വയസ്സായാലേ പറ്റുള്ളൂ. 2 വയസ്സാകുമ്പോൾ കൊറ്റനാണെന്നും കൊണ്ടുനടക്കാൻ കഴിയൂല. പറഞ്ഞിട്ട് കാര്യമില്ല, ആടാണെങ്കിൽ അതേ പറ്റുള്ളൂ. അക്കീക്ക പോലെ തന്നെ, അക്കീക്കും ഉളിയത്തിനും ഒക്കെ പ്രായം ഒന്ന് തന്നെയാണ്. 2 വയസ്സാവണം ആടിന്. കാളയാണെങ്കിലും 2 വയസ്സാവണം, പോത്താണെങ്കിലും 2 വയസ്സാവണം. കണ്ട 2 വയസ്സിൻ്റെ കൂനലൊക്കെ ഉണ്ട്, അതുപോരാ, 2 വയസ്സാവണം. ഒട്ടകാണെങ്കിൽ 5 വയസ്സും ആവണം. അങ്ങനെ പ്രായം മൊത്തത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വാങ്ങുമ്പോൾ 2 വയസ്സായിട്ടുണ്ടോ? ഈ കച്ചവടക്കാർക്ക് അറിയും, അവരെ കൂട്ടി വാങ്ങിയാൽ മതി. ഏകദേശം 2 വയസ്സായതിൻ്റെ അടയാളങ്ങളൊക്കെ അവർക്കറിയും. അത് 7 ആൾക്ക് കൂടി അറുത്തിട്ട്. പിന്നെ അവിടെ വേറെ മസലയുണ്ട്, കൂടി അറുത്താൽ 7 ആൾ കൂടി അറുത്താൽ 7 ഓഹരിയാക്കിയിട്ട് കൊടുക്കണോ? എവിടെ ഒരു പള്ളിക്ക് ഒരു ഉസ്താദ് തുഫേറ്റ് ഇറക്കുന്നിടത്തേക്ക് എന്നതാണ്. എന്നിട്ട് 7 ഓഹരിയാക്കിച്ചിട്ട് 7 ഓഹരിന്നും കൊടുപ്പിച്ചു. അങ്ങനല്ല, 7 ഓഹരിയിൽ നിന്ന് 1 ഓഹരി എടുത്തുകാണ്ട് എല്ലാവർക്കും കൂടി കൊടുത്താൽ പറ്റില്ല. സാധാരണഗതിയിൽ നമ്മളെന്താ ചെയ്യല്, 7 ഓഹരി വെച്ചാൽ എന്നുള്ള ഓരോ ഓഹരി അവർ ഭക്ഷണത്തിന് വേണ്ടി ഓർക്കെടുക്കും, 2 ഓഹരി കൊടുക്കലാണ്. 7 ആക്കി കൊടുക്കണം എന്നല്ല, 7 ഓഹരിയിൽ നിന്നും കൊടുക്കൽ വരണം. 1 ഓഹരി മാത്രം എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് അതിനോട് കൊടുത്താൽ പറ്റില്ല. ഇപ്പം ചെയ്യണമാതിരി ചെയ്താൽ മതി. അവിടെ തുഹ്ഫൻ്റെ ഇബാറത്തിൽ മനസ്സിലാക്കിയെടുത്തുള്ള തകരാറ് പറ്റിയ ഉസ്താദന്മാരുണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. സുമ്മ യഖ്തസിമൂന ലഹ്മ, അവിടെ പറഞ്ഞിട്ടുണ്ട് സുമ്മ യഖ്തസിമൂന ലഹ്മ, മാംസം ഓഹരിയാക്കണം. ആ ഇബാറത്ത് നിന്ന് മനസ്സിലാക്കി ഓഹരിയാക്കി കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ. അവിടെ മജ്മുഅ് പോലത്തെ കിതാബിലൊക്കെ പറഞ്ഞത് വലഹും കിസ്മത്തുൽ ലഹ്മി, 7 ആൾ കൂടി അറുത്തോടുത്ത് മാംസം 7 ആക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ഇപ്പൊ യഖ്തസിമൂന എന്നാൽ ഓഹരിയാക്കാം. അത് പറ്റില്ല എന്നൊരഭിപ്രായം അവിടെ വരുന്നുണ്ട്. 7 ആക്കാൻ പറ്റില്ല.
അതല്ല ഓഹരിയാക്കുന്നതിന് കുഴപ്പമില്ല എന്നാ തുഹ്ഫ പറയുന്നത്. അതെന്താണ് അങ്ങനെ ചർച്ച വന്നു എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഞാൻ ഉസ്താദന്മാരുണ്ടായത് കൊണ്ട് പറയാം. ഓഹരി 7 ആൾ കൂടി അറുത്തിട്ട് അതിനെ 7 ഓഹരിയാക്കുമ്പോൾ ഓരോരുത്തൻ്റെ ഓഹരിയിലും മറ്റ് 6 ആളുടെ ഓഹരി ഉണ്ടാവും. അങ്ങനെയല്ലേ? 7 ആൾ കൂടിയിട്ടൊന്ന് അറുത്താൽ അതിനെ 7 ഓഹരിയാക്കിയാൽ ഓരോ ഓഹരി എടുത്താൽ അത് മുസ്തറക്കാണല്ലോ. ആ മൃഗം മുസ്തറക്കാവുമ്പോൾ, കൂറായതാവുമ്പോൾ ഓരോ ഓഹരിയിൽ തന്നെ മറ്റ് 6 ആൾ ഓഹരി ഉണ്ടാവും. മറ്റവൻ്റെയിലും അങ്ങനെ തന്നെ അവൻ്റെതല്ലാത്ത 6 ആളുണ്ടാവും. ഓരോരുത്തൻ്റെതിലും മറ്റവൻ്റെ ഓഹരി വരുന്നത് കൊണ്ട് ഇവൻ്റെ ഓഹരി കഴിച്ചുള്ള ഓഹരിയെ മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്ന സ്ഥാനത്താണോ ഈ ഓഹരി ഇരിക്കൽ? അതല്ല, വെറും കിസ്മത്ത്, ഇഫ്രാസ്, വേർതിരിക്കൽ മാത്രമേ ഉള്ളൂ. മാംസം ഇവൻ്റെ ഓഹരി കഴിച്ചുള്ള 6 ഓഹരി ഇവൻ്റെ ഓഹരി അങ്ങോട്ട് കൊടുത്ത് അവരേക്ക് ഇങ്ങോട്ട് വാങ്ങലാകും കിസ്മത്ത്. അതായത് ഓഹരി ചെയ്താൽ ബൈ ഓ ഇഫ്രാസോ, അത് ഓഹരി തിരിക്കൽ മാത്രമേ ഉള്ളൂ, അതല്ല ബൈ ഉണ്ടോ. ബൈ ഉണ്ടെങ്കിൽ മാംസത്തിന് ബൈ പറ്റില്ല. അപ്പം അതുകൊണ്ട് കിസ്മത്ത് പാടില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി തുഹ്ഫ പറഞ്ഞതാണ് യക്തസിമൂന, അവർക്ക് ഓഹരി ചെയ്യുന്നതിന് കുഴപ്പമില്ല. 7 ആൾ കൂടി അറുത്താൽ അതിന് 7 ഓഹരിയാക്കുന്നതിന്, എന്നിട്ട് ഓരോരുത്തരും ഓരോ ഓഹരി അങ്ങനെ കൊടുത്തു അവൻ്റെ ഓഹരിയിൽ നിന്ന്, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ്. എന്നല്ലാതെ ഓഹരിയാക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് വെച്ചതാ. ഓഹരിയാക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. മറ്റ് കിതാബുകളൊക്കെ നോക്കുമ്പോൾ അറിയും വലഹും കിസ്മത്തു എന്നാണ് പറഞ്ഞത്. മറ്റുള്ള കിതാബിലൊക്കെ പറഞ്ഞു വലഹും കിസ്മത്തു ലഹ്മി, എന്നിട്ട് പറഞ്ഞു ലിഅന്ന കിസ്മത്തഹു കിസ്മത്തു ഇഫ്രാസിൻ. ആ ഓഹരിയൽ വേർതിരിക്കലാണ് ലാ ബൈ ഉൻ. അതെന്തല്ല ബൈ അല്ല. ആ ബൈ അല്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഓഹരികൾ ഇവൻ്റെ ഓഹരിയുമായിട്ട് കച്ചവടം നടത്തലല്ല എന്നാണ് ആ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞത് 7 ആൾ കൂടി അറുത്തെടുത്ത് അതിനെ 7 ഓഹരിയാക്കേണ്ടതില്ല. അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട പിന്നെ എന്തുള്ളൂ, 7 ആൾ കൂടി അറുത്തു ഒരാൾ നേർച്ചയാക്കിയിരിക്കണമെങ്കിൽ അവൻ്റെ ഓഹരി തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം മറ്റുള്ള കൊടുക്കുന്നിടത്തേക്ക് കൊടുക്കാൻ പറ്റൂല. മറ്റുള്ള അഗ്നിയാലും കൊടുക്കുക, കഴിവുള്ളവർക്കും കൊടുക്കുക, ഒക്കെ കൊടുക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യാം. ഇവൻ്റെ ഓഹരിയോ അതിന് പറ്റൂല. അപ്പം അത് വേറെ അതിന് വേറിച്ച് വാങ്ങിയിട്ട് സാധുക്കൾക്ക് മാത്രം കൊടുക്കേണ്ടി വരും. പിന്നെ ഒരുപാട് സംശയങ്ങൾ ഉളിയത്തിൽ വരാറുണ്ട്. കുടച്ച കാള പറ്റുമോ, കൊമ്പ് പോയത് പറ്റുമോ, വാല് പോയത് പറ്റുമോ, ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ ഇതിൽ വരാറുണ്ട്. നമ്മൾ പറഞ്ഞു മറ്റൊരാൾക്ക് വേണ്ടി ഒളിഹിയത്തറക്കണമെങ്കിൽ നമ്മുടെ വാപ്പ മരിച്ചു വയ്ക്കണം, ഉമ്മ മരിച്ചു വയ്ക്കണം. ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒരു ഒളിഹിയത്തറക്കട്ടെ, വാപ്പാക്ക് വേണ്ടി ഒരു ഒളിഹിയത്തറക്കട്ടെ എന്ന് കരുതിയാൽ അത് പറ്റുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ ഹയാത്തുള്ള ആളാണെങ്കിലും മരിച്ചവരാണെങ്കിലും അവൻ്റെ സമ്മതപ്രകാരമേ പറ്റൂ. വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, വാപ്പാക്ക് വേണ്ടി ഉളിഹിയത്തറക്കണമെങ്കിൽ വാപ്പാൻ്റെ സമ്മതം വാങ്ങും. ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, ഉമ്മാക്ക് വേണ്ടി ഉളിഹിയത്തറക്കണമെങ്കിൽ ഉമ്മാൻ്റെ സമ്മതം വാങ്ങും. ഇതിനോടുകൂടെ സമ്മതത്തോടുകൂടെ മറ്റൊരാൾക്ക് ഉളിഹിയത്തറക്കാൻ പറ്റൂ. അപ്പോൾ വാപ്പ മരിക്കുന്നതിന് മുമ്പ് വസിയത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് വസിയത്തുണ്ടെങ്കിൽ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി മരണശേഷം അവർക്ക് ഉളിഹിയത്തറക്കാൻ പറ്റൂ. നേരത്തെ പറഞ്ഞതുപോലെ അവൻ ഉളിഹിയത്തറത്തിട്ട് അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് ദ്വാരക്കുന്നതിന് കുഴപ്പമില്ല, എൻ്റെ വാപ്പാക്ക് എത്തിച്ചുകൂടെ. ഏതുപോലെ മക്കത്തൊക്കെ ഇപ്പോൾ മക്കളുള്ളവർ ഉമ്മ മരിച്ചു വാപ്പ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ വേഗം ഉംറക്ക് പോകും. മക്കൻ്റെ മദീനത്തിൻ്റെയൊക്കെ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ നാട്ടിൽ ഉമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ ചെയ്യാൻ പോകുന്ന കാര്യമാണെന്ത്, ഉമ്മാക്ക് വേണ്ടി ഒരു ഉംറയാണ്. ഉംറ തീരെ ഉംറ ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഉംറ ചെയ്യാം. ഉമ്മ തീരെ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് കർമ്മം നിർവഹിക്കാം. ഫർളായ ഹജ്ജും ഉംറയും ഉമ്മ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഉമ്മാക്ക് വേണ്ടി ഹജ്ജും ഉംറയും നിർവഹിക്കണമെങ്കിൽ വസിയത്ത് വേണം.
മരിക്കണിൻ്റെ മോനെ എനിക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യണം കേട്ടോ, എനിക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തെങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ഉള്ളൂ. ഏതുപോലെ തന്നെ ഒളിഹിയത്തിനും അത് വേണം എന്നാ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവൻ പോയിട്ട് ഉംറ ചെയ്യാം. ആർക്ക്? അവന് വേണ്ടി നിയ്യത്ത് ചെയ്ത് ഉംറ നിയ്യത്തും ചെയ്ത് നവൈത്തുൽ ഉംറത്ത വഹറംതു ബിഹാലില്ലാഹി തആല ഉംറ നിയ്യത്തും വെച്ച് പോയി ഉംറ ചെയ്യാം. ഉംറ കഴിഞ്ഞിട്ട് അവന് പറയാം, എൻ്റെ ഉമ്മ മരിച്ചു, ഞാൻ ഈ ചെയ്ത ഉംറൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് എത്തിച്ചു കൊടുക്കണേ. അതിന് പറയും സവാബ് ഈസാൽ ചെയ്യുക. ഇങ്ങനെ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് അറിവും. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രബലമായ അഭിപ്രായത്തിൽ അറിവില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരഭിപ്രായം പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്. കുട്ടിക്ക് വേണ്ടി അവൻ്റെ കസ്റ്റഡിയിലുള്ള അവൻ്റെ മകനാ, അവനൊരു മൃഗത്തിനെയും മറുത്തു, കുട്ടിക്ക് വേണ്ടി വേറൊരു മൃഗവും മറുക്കുകയാണെങ്കിൽ കുട്ടിൻ്റെ സമ്മതമല്ലാതെ തന്നെ അറക്കാൻ പറ്റും. പ്രായപൂർത്തിയാകാത്ത അവൻ്റെ കസ്റ്റഡിയിലുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും വല്യപ്പയും. ആ കുട്ടിൻ്റെ സംരക്ഷണം വലിയ പാപ്പയാണ്. ആ കുട്ടിയുടെ സംരക്ഷണം വാപ്പയില്ല, വല്യപ്പയാണ് സംരക്ഷണം നടത്തുന്നത്. എന്നാൽ ഈ വാപ്പാക്കും വലിയപ്പാക്കും ഈ കുട്ടിക്ക് വേണ്ടി കുട്ടിൻ്റെ സമ്മതം പരിഗണിക്കാത്തത് കൊണ്ട് കുട്ടിക്ക് വേണ്ടി അറക്കാൻ പറ്റും. ജീവിച്ചിരിക്കുന്നവർക്ക് സമ്മതമില്ലാതെ അറക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഉള്ളൂ. ഏത്? അവൻ്റെ കസ്റ്റഡിയുള്ള കുട്ടിയെന്നല്ല, ഉമ്മാക്ക് പറ്റൂല. ഉപ്പാക്കോ വലിയപ്പാക്കോ വേണമെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ടി അറക്കാം. അവിടെ കുട്ടീൻ്റെ സമ്മതം വേണ്ട. എന്തുകൊണ്ട്? ആ കുട്ടിൻ്റെ ഫുൾ കൈകാര്യകർത്താവാണ് ഉപ്പയും, ഉപ്പയില്ലാത്ത സാഹചര്യത്തിൽ വലിയുപ്പയും. പക്ഷേ കുട്ടിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുമാരാണ് ഉപ്പയും വലിയുപ്പയാണ്. കുട്ടിൻ്റെ സ്വത്തെടുത്ത് അറക്കാനും പാടില്ല. ഉപ്പാൻ്റെ സ്വത്ത് കൊണ്ട് ഒരു മൃഗത്തെ വാങ്ങിക്കൊണ്ട് കുട്ടിക്ക് അറക്കുന്നതിന് കുഴപ്പമില്ല. കുട്ടിൻ്റെ സ്വത്തെടുത്തുകൊണ്ട് കൈകാര്യകർത്താവ് കുട്ടിയാണെങ്കിലും എന്തിനാ അപ്പൻ്റെ കുട്ടിക്ക് എങ്ങനെ കുട്ടിക്ക് സ്വത്തുണ്ടാകുക എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? കുട്ടികൾക്ക് സ്വത്തുണ്ടാകാൻ പറ്റുമോ? കുട്ടിക്ക് സ്വത്തുണ്ടാവാ. എന്താ? പ്രസവത്തിൽ ഉമ്മയാണ് മരിച്ചു. ഒരു ഉദാഹരണം പറയാം, ഒരു രൂപമൊന്നുമല്ല. ഉമ്മ മരിച്ചപ്പോൾ ഉമ്മാക്ക് കുറേ സ്വത്തുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയും ഭർത്താവേ ഉള്ളൂ. എന്നാൽ മകനുണ്ടായതുകൊണ്ട് 4-1 ഭർത്താവിന് കിട്ടും. കഴിച്ച് ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ ഈ കുട്ടിക്കാണ്. കുട്ടി ഉമ്മ പ്രസവത്തിലാണ് മരിച്ചു, അല്ലെങ്കിൽ 40 ചെയ്യുന്നതിന് മുമ്പ് 2 വയസ്സിൻ്റെ ഉള്ളിലാണ് മരിച്ചു. മരിച്ചപ്പോൾ പിന്നെ ആ പെണ്ണിന് ആരെയുള്ള അവകാശികളായിട്ട് ഭർത്താവുണ്ട്, ഈ കുട്ടിയുണ്ട്. അവിടെ ഭർത്താവിന് കുട്ടി ഉണ്ടായതുകൊണ്ട് 4-1 കിട്ടും. കുട്ടിയില്ലായിരുന്നെങ്കിൽ പകുതി കൊടുക്കണം. അത് കഴിച്ച് ബാക്കിയുള്ള ഫുൾ സ്വത്ത് വേറെ മക്കളില്ല എങ്കിൽ ഉമ്മയുപ്പി ഒന്നുമില്ല, അവകാശികളിൽ ഫുള്ള് ഈ കുട്ടീൻ്റെ സ്വത്താണ്. കുട്ടിക്ക് സ്വത്തുണ്ടാവുക, ആ കുട്ടീൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ട ഉപ്പയാണ്. പിന്നെ അല്ലെങ്കിൽ ഒരാൾ കുട്ടിയാകുമ്പോൾ കുട്ടിക്കട് കൊടുത്തു, വാപ്പ തന്നെ കുട്ടിക്കട് സ്വന്തമായിട്ട് എൻ്റെ 2 ഏക്കർ കുട്ടീൻ്റെ മേലെ എഴുതി വെച്ചു, അല്ലെങ്കിൽ വലിയപ്പ എഴുതി വെച്ചു. കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിൻ്റെ മുമ്പ്, തമ്മീസ് വരുന്നതിന് മുമ്പ്, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സ്വത്തിൻ്റെ കൈകാര്യകർത്താവ് വലിയാണ്. ആ വലിയ തന്നെ കുട്ടിക്ക് എഴുതി വെച്ച കുട്ടീൻ്റെ സ്വത്തായി. അതിൽ നിന്ന് വാപ്പെടുത്ത് കൊടുക്കാൻ പാടില്ല. സുന്നത്തായ കാര്യങ്ങൾക്കൊന്നും വാപ്പ ചെലവഴിക്കാൻ പാടില്ല. ഹജ്ജിന് പോവുക, കുട്ടീനേറ്റ് പോവുക, എന്നാൽ കുട്ടിക്ക് തന്നെ ഉണ്ടല്ലോ സ്വത്ത്, അതിനെടുക്കുക നമ്മൾ കുട്ടീൻ്റെ എഴുതിയാൽ പറ്റൂല. എന്തുകൊണ്ട്? കുട്ടിയാവുന്ന സമയത്ത് ചെയ്യുന്ന ഹജ്ജും ഉംറയും ഫറള് വിടാൻ പറ്റില്ല. പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ചെയ്തെങ്കിലേ കുട്ടിയുടെ ഹജ്ജ് കർമ്മം വിടുള്ളൂ. ആ ഫറള് വീടാത്ത സുന്നത്തായ കർമ്മത്തിന് വേണ്ടി കുട്ടിൻ്റെ സ്വത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല. അപ്പോൾ സുന്നത്തായിട്ടേ കെട്ടുവിടുള്ളൂ, അതിനുവേണ്ടി എടുക്കാൻ പാടില്ല. എന്നതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് അറിവ് നമ്മൾ പറഞ്ഞു സുന്നത്ത് മുഅക്കദ, സുന്നത്തിയാവുള്ളൂ, അതിനു വേണ്ടിയും കുട്ടിൻ്റെ സ്വത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല. അപ്പോൾ ഗർഭത്തിലിരിക്കുന്ന ഭാര്യ ഗർഭിണിയാണ്. ഇവൻ 7 ആളത്തെ അയക്കാൻ വേണ്ടി ഒന്ന് ഉമ്മാനെ കൂട്ടി, ഒന്ന് വാപ്പാനെ കൂട്ടി, ഒന്ന് ഭാര്യനെ കൂട്ടി, ഒന്ന് അവനും 4 ആളായി, 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ ചില 6 ആയി. ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. 7ാമത്തെ ആരാക്കുക? ഭാര്യൻ്റെ ഗർഭത്തിലുള്ള കുട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ ഗർഭത്തിലുള്ള കുട്ടി കറക്കാൻ പറ്റുമോ? പറ്റില്ല. പുറത്ത് വരാതെ, പുറത്ത് വന്നിട്ട് പിന്നെ ഉഷാറാക്കിയ അത് കുഴപ്പമില്ല. പ്രസവിക്കുന്നതിൻ്റെ മുമ്പ്
ഹംലിന് വേണ്ടി അർത്താൽ ആ അറിവ് ശരിയാവുകയില്ല. ولا تضحية تجوز ولا تقع عن الغير الحي بغير إذنه لأنها عبادة والأصل منعها عن الغير إلا لذل തഫ്സീൽ പറയാം. മറ്റൊരാൾക്ക് വേണ്ടി തദ്ഹിയത്തില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ലാ തജൂസു വലാ തഖഉ, അത് ജായിസാവുകയും ഇല്ല, അത് ഉദ്ഹിയത്തായി സംഭവിക്കുകയുമില്ല. അനിൽ ഗൈരി അൽ ഹയ്യി ബിഗൈരി ഇദ്നിഹി, അവൻ്റെ സമ്മതമില്ലാതെ. ലിഅന്നഹാ ഇബാദത്തുൻ, ഉദ്ഹിയത്ത് ഇബാദത്താണ്. വൽ അസ്ലു മൻഉഹാ അനിൽ ഗൈരി, ഒരാൾ മറ്റേയാൾ തൊട്ട് ചെയ്താൽ വീടില്ല. അവിടെയും പറഞ്ഞു വമറ അന്നഹു യജൂസു ഇശ്റാഖു ഗൈരി ഫി സവാബി ഉദ്ഹിയത്തി, അവൻ്റെ ഉദ്ഹിയത്തിൻ്റെ സവാബിൽ കൂറാക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ലാതെ ഉദ്ഹിയത്ത് പറ്റൂല. സവാബിൽ കൂറാക്കുമ്പോൾ മരിച്ചവരെയും ഹയാത്തുള്ളവരെയും ഒക്കെ കൂറാക്കാം. മരിച്ചുപോയ ഉമ്മാനി ഉപ്പാനൊക്കെ അതിൻ്റെ പ്രതിഫലത്തിൽ കൂറാക്കാം. സ്വന്തം ഉദ്ഹിയത്ത് പറ്റൂല എന്നേ ഉള്ളൂ. ലാ തദ്ഹിയത്താൻ മയ്യത്തി ഇല്ലം യൂസി വലാ തജൂസു വലാ തഖഉ ഉദ്ഹിയത്തുൻ അൻ മയ്യത്തിൻ ഇല്ലം യൂസി ബിഹ, മയ്യത്ത് അതുകൊണ്ട് വസിയത്ത് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. കടം വീട്ടാൻ പറ്റും. ഹജ്ജ് ചെയ്തിട്ടില്ല വാപ്പ, അത് ഉദ്ഹിയത്തിനോട് ഗ്യാസാക്കാൻ പാടില്ല. വാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ, വാപ്പ ഉംറ ചെയ്തിട്ടില്ലെങ്കിൽ സ്വത്ത് ഓരി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അവകാശികളൊക്കെ അവകാശം കിട്ടാൻ നല്ല ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കും. കടം വീട്ടാനൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. വാപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല, സ്വത്തുണ്ടായിരുന്നു, എന്നാൽ വാപ്പാക്ക് ഹജ്ജിനുള്ള പൈസ ബാക്കി നീക്കി വെച്ചിട്ട് ബാക്കിയെ ഓഹരി ചെയ്യാൻ പാടുള്ളൂ. ഉമ്മാക്ക് സ്വത്തുണ്ടെങ്കിൽ, ഉമ്മ മരിക്കുമ്പോൾ ഉമ്മാക്ക് സ്വത്തുണ്ടെങ്കിൽ ആ ഹജ്ജിന് ഉമ്മാക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. ആ ഹജ്ജിനുള്ളതും ഉംറക്കുള്ളതും നീക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഓഹരി ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഓഹരി ചെയ്യാൻ പറ്റില്ല. പിന്നെ മതിയ ജീവികൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു. ഒട്ടകമാണ്, പിന്നെ ബക്കറ് എന്ന് പറഞ്ഞതിൽ പോത്തും പശു എരുമയും മൂരിയും എല്ലാം പെടും. പക്ഷേ കാട്ടുപോത്ത് പറ്റില്ല, തിന്നാൻ പറ്റും. അല്ല അഹിലി, അവിടെ വടക്കോട്ടൊക്കെ പോയാൽ ഇഷ്ടംമാതിരി കാട്ടുപോത്ത് കിട്ടും. ആ കാട്ടുപോത്തിനെ പിടിച്ച് അറക്കാൻ പറ്റൂല. അപ്പോൾ ബക്കറെന്ന് പറഞ്ഞുകൊടുത്ത് തുഫയിൽ കാണാം അഹിലിയത്തുൻ, നാടനായിരിക്കണം. ഇറാബുൻ വ ജവാമീസു, മൂരിയോ പോത്തോ ആവാം. ദൂന ബക്കരി വഹ്ഷീൻ, കാട്ടുപശു കാട്ടുപോത്ത്, അത് ഉദ്ഹിയത്തിന് പറ്റില്ല. തിന്നാൻ പറ്റണ തന്നെയാണ്, നീർച്ചക്കൊക്കെ പിടിച്ചെടുക്കാം. ഇനി ഒരു പറ്റുന്നത് ഒരു പറ്റാത്തതും കൂടി അതിൽ നിന്ന് ജനിച്ചാലോ, ഒരു ആട് മാനുമായി ബന്ധപ്പെട്ട് ആടിൽ നിന്നും മാനിൽ നിന്നും കൂടി ഒരു കുട്ടിയുണ്ടായി. ഫുള്ള് ആടുമല്ല ഫുള്ള് മാനുമല്ല. മാൻകിടാവ് എന്നും പറയില്ല, ആൺകിടാവ് എന്നും പറയില്ല, ആട്ടിൻകുട്ടി എന്നും പറയില്ല. കാലബിത്തുഫത്തി വലാഖിഫി മുത്തവല്ലിദും ബൈന വാഹിദിം മിനൽ മുജിസിയത്തി ഓയിരിഹ, ഒന്ന് മതിയായതും ഒന്ന് മതിയാവാത്തതുമാണ്. അല്ലെങ്കിൽ ഒരു കാട്ടിപ്പോത്ത് ഒരെരുമയുമായി ബന്ധപ്പെട്ടു, അതിൽ നിന്ന് കുട്ടിയുണ്ടായി, അത് പറ്റില്ല. ഒളിഹിയത്ത് പറ്റുന്ന രണ്ടെണ്ണത്തിൽ നിന്നുണ്ടായതാണ് ഈ പറ്റു. ഒളിഹിയത്ത് പറ്റുന്നതും പറ്റാത്തതുമായ രണ്ട് ജീവികളിൽ നിന്നായിട്ടുണ്ടായാൽ അത് പറ്റില്ല. ഉടച്ചതാണെങ്കിലോ, ഉടച്ചത് പറ്റൂ, കുഴപ്പമില്ല. ഉടച്ചതാ ഉടക്കാത്തതാ നല്ലത്, അവിടെ ചർച്ച ചെയ്യേണ്ടുള്ളൂ. വയജൂസു ഖസിയ്യുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട് ഖസി ജായിസ, ഖസിയാണ് ഉടച്ചതാ. ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളഹ്ഹാ ബികബശൈനി മഅജൂറൈനി മഅജൂവൈനി ഐ ഖസിയൈൻ, ഉടച്ച രണ്ടാടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയത്ത് ഇറക്കും.
ഏതാ നല്ലത്? ഉടച്ചതിൻ്റെതാണ് അതിൻ്റെ മാംസം നന്നാവുകയാണ്. ഉടച്ചതിൻ്റെതാണ് മാംസം നന്നാവുകയാണ്. വൽ ഖസിയു മാ കുത്തിയ ഖിസ്യത്താഹു വജുബിറ മാ കുത്തിയ മിന്നു സിയാദത്തു ലഹ്മിഹി തീബൻ വകസറത്തൻ. ഉടച്ചാൽ അതിൻ്റെ മാംസം നന്നാവും ചെയ്യും, അധികരിക്കും ചെയ്യുന്ന. അപ്പം അതുകൊണ്ടാണ് ആ നിലക്ക് അതാ നല്ലത്. നാം അൽ ഫഹലു അഫ്ളലു മിന്നു ഇല്ലം യസ്ലു മിന്നു ലിറാബുൻ. ഒരു ഉടക്കാത്ത പോത്തോ മൂരിയോ ഉണ്ടെങ്കിൽ അതിനെ ചവിട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതാണ് നല്ലത് എന്നുണ്ട്, അല്ലെങ്കിൽ ഉടച്ചതാണല്ലേ. അപ്പം എന്തായിരുന്നാലും ഉടച്ചതിന് കുഴപ്പമില്ല. ആണും പെണ്ണും. പെണ്ണ് പറ്റുമോ? വയജൂദ് ദക്കറും ഉൻസ ഇജ്മാൻ. ആണും പെണ്ണും പറ്റും. ലാക്കിനി ദക്കറു വലൗ ബിലൗനിൻ മഫ്ലൂലിൻ ഫീമാ ഗൈറു അഫ്ളലു ലിഅന്ന ലഹ്മഹു അത്യബു. ആണും പെണ്ണും പറ്റും. ഉത്തമം ആണാണ് പെണ്ണിനേക്കാൾ. നമുക്കും അങ്ങനെയാണല്ലോ. കല്യാണത്തിന് കുട്ടനെയാണ് തരികയിൽ, പശുവിനെ കൊണ്ടില്ല. പക്ഷെ ആളുകൾക്കിഷ്ടം മൂരി വർഗത്തിനേക്കാൾ പോത്തിനെയാണ്. അതുകൊണ്ട് മാംസം ഇഷ്ടമുള്ളതാണ് കൊടുക്കാൻ ഏറ്റവും ഉത്തമം. പഴയകാലത്ത് പോത്തൊന്നും നമ്മുടെ നാട്ടിൽ ഇറക്കില്ല, മൂരിയാണ് പഴയ കാലത്ത് ഇറക്കൽ അല്ലേ. മുടിയടയും കൊണ്ടുപോകാനൊക്കെ അക്കീക്കറക്കാനൊക്കെ ഏതാ കുട്ടനെ തിരഞ്ഞെടുക്കലാണ് നല്ലത്. കുട്ടനല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ചരിത്രമല്ല, അടുത്ത കാലം ഉണ്ടായത് തന്നെ. ചെമ്മൻകടവത്തേറ്റാണ് സംഭവം. ഉസ്താദും കാളിയരും ഇങ്ങനെ നിൽക്കുമ്പോൾ കാളിയരോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, പോത്തിനെ അക്കീക്കറക്കാൻ പറ്റും ഉസ്താദെ ചോദിച്ചു. അപ്പം അന്ന് അങ്ങനെ പരിപാടി ഇല്ലേ, മൂന്നിനെ അറക്കലുള്ളൂ. ഒരൊറ്റ വാക്ക് പറഞ്ഞു ഇല്ല. ഓനവൻ കേട്ട് പോവുക. അപ്പോൾ ഉസ്താദ് എടുത്തിട്ടുണ്ട്. ഉസ്താദിനെ വിളിച്ചു. കാളിയരുവാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വെച്ചു. ഇല്ല, ഈ ചാകാനായി തടിഞ്ഞു വരുന്ന പോത്തില്ലേ, അതൊന്നും പറ്റൂല എന്നാണ് പറഞ്ഞത്. നല്ല ഉഷാറുള്ള പോത്താണെങ്കിൽ കുഴപ്പമില്ല. ഒരു കാര്യം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കി പോണ്ടേ. കാവേരി മോശമാക്കാൻ വയ്യല്ലോ. അപ്പം അത്രത്തോളം പോത്ത് പറ്റൂല എന്നുള്ളൊരു ധാരണ വരണ്ടായിരുന്നു. അങ്ങനെയല്ല. മൂരിനേക്കാളും നല്ലത് ഏത് തന്നെ പോത്തിനല്ലേ. ഒരു ഹദീസിലുണ്ട്, ലഹ്മുഹാ ദാവുൻ വലബനുഹാ ദവാവുൻ. മൂരിൻ്റെ മാംസം അത് രോഗമാണ്, പാല് ശിഫയാണ്. ഈ വൈദ്യന്മാരൊക്കെ പഴയ കാലത്ത് മൂരിറച്ചി തിന്നരുതാണ് കൂടുതൽ പറയുക. കഷായം കൊടുക്കുമ്പോഴേ പോത്തിന് അത്ര തന്നെ കുഴപ്പം പറയില്ല. അതിൻ്റെ പ്രകൃതി വ്യത്യാസമുണ്ട്. മൂരിൻ്റെ തണുപ്പാന്ന് തോന്നുന്നുണ്ട്, പോത്ത് ചൂടാ പ്രകൃതിപരമായിട്ട്. മുമ്പ് ഈ പോത്ത് തിന്നാൻ തുടങ്ങിയപ്പോൾ ഒരു വൈദ്യനെ മാവൻ പറഞ്ഞു വന്നു, അച്ഛാ ഇനി നമ്മൾക്കൊന്നും പിന്നെ ചികിത്സയും രോഗികളൊന്നും വരില്ല, എന്തേന്ന് വെച്ചു. മാപ്പിളാരൊക്കെ മൂരി പോത്തിറച്ചി തിന്നാൽ മൂരി നിർത്തിയാണ്ട്, ആ മൂരി എന്നാൽ രോഗം കൂടുന്നാണ് ഇപ്പോൾ പറയണത്. ഇപ്പോൾ പോത്ത് തിന്നാൻ തുടങ്ങിയോണ്ട് രോഗം കുറയും. അപ്പം അച്ഛൻ പറഞ്ഞെടുത്ത് വന്നത് ഒരു വേവിക്കാതെ തിന്നുള്ളൂ, അപ്പോൾ രോഗം ഉണ്ടാവും. പോത്താണെങ്കിലും വേവിക്കാതെ തിന്നുള്ളൂ, അപ്പോൾ രോഗം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കണം എന്താ, മൂരിയേക്കാണ് നല്ലത് ഏത് തന്നെയാണ്, പോത്ത് തന്നെയാണ്. രണ്ടും പറ്റും, കുഴപ്പമില്ല. പശുവായാലും കുഴപ്പമില്ല, പെണ്ണാലും കുഴപ്പമില്ല. പക്ഷെ നല്ലത് ആണാണ്. അറുത്ത് നോക്കുമ്പോൾ ചേനുണ്ടെങ്കിലോ അത് മതിയാവൂല. അൽ ഹാമിലു ലാ തുജ്സിയു. ഗർഭമുള്ളത് പറ്റൂല എന്നാണ്. ഖിലാഫുൽ ഇബ്നു റിഫാത്തി. ഇബ്നു റിഫാത്ത് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല.
അഥവാ അങ്ങനെ ഒരാൾ അറുത്ത് പോയി ഗർഭം ചെന ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ അപ്പം ആ ഉളിഹിയത്തിൻ്റെ ഒപ്പിൽ തന്നെ അത് ചെലവഴിക്കാം. നീർച്ചയാക്കിയതാണെങ്കിൽ പിന്നെ ഒരൈബുള്ളതിനെ നീർച്ചയാക്കി. നമ്മളെ ഉമ്മാർക്കൊക്കെ പഴയ കാലത്ത് ഒരുപാടുണ്ട്, ആട് വളർത്തുന്ന പോലെ ആട് പ്രസവിച്ചാൽ പറയും ഇത് ആ ആട് പ്രസവിക്കുന്ന ആദ്യത്തെ കുട്ടി ഉളിയത്തറക്കാനാണ്, ആ നീർച്ചയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ മൃഗത്തെ ഒരാൾ നീർച്ചയാക്കിയാൽ ആ നീർച്ചയാക്കി കഴിഞ്ഞ് ആദ്യം വരുന്ന ഉളിഹിയത്തിൻ്റെ സമയം, ആ സമയത്ത് അതിനെ അർത്ഥോളണം. 2 വയസ്സാവില്ല, ഉറപ്പല്ലേ? നേർച്ചയാക്കിയിട്ട് 12 മാസം നയിക്കുന്നു, കൂടുതൽ വന്നാൽ അത്ര വരുവുള്ളല്ലോ. ഈ ദുല്ലജിൽ നേർച്ചയാക്കി അടുത്ത ദുല്ലജാകുമ്പോഴേക്കിന് പെരുന്നാൾ കഴിഞ്ഞിട്ട് നേർച്ചയാക്കിയാണെങ്കിൽ കൂടുതൽ വന്നാൽ ദുല്ലജ 12 മാസമേ കിട്ടുള്ളൂ. 2 വയസ്സാകണ്ടേ? അത് പ്രായമാകാത്തതാണ്, ഒതിയത്തിൽ മതിയാകാത്തതാണ്. അല്ലെങ്കിൽ ഒരു മുടന്തുള്ള ഒരു കാള, അതിനാണ് ഒതിയത്തറക്കാൻ നേർച്ചയാക്കി ഷർത്തൊക്കാത്തത്. അങ്ങനെ നേർച്ചയാക്കിയാൽ അത് ആദ്യം വരുന്ന സമയത്ത് അതിനറക്കണം, ഒളിഹിയത്തിൻ്റെ നീയത്തും വെച്ച്. ഒളിഹിയത്തിൻ്റെ ഷർത്തുകൾ പൂർണ്ണമാകാത്താണെങ്കിൽ ഒളിഹിയത്തായിട്ട് സംഭവിക്കൂല. പക്ഷെ അറക്കൽ ആദ്യത്തെ സമയത്ത് അറക്കൽ നിർബന്ധമാണ്. അപ്പോൾ 11 മാസമേ ആയിട്ടുള്ളൂ ആൾ, അല്ലെങ്കിൽ പോത്തുമുട്ടിക്ക് 11 മാസമേ ആയിട്ടുള്ളൂ നേർച്ചയാക്കിയത്, ഇനി അടുത്ത കൊല്ലത്തേക്കേ പ്രായമാകുള്ളൂ. ഉസ്താനോട് ചോദിച്ചു, നമ്മൾ ഈ കുട്ടി ഒളിയത്തറക്കാനുള്ള ഈ പോത്തുമുട്ടി എത്രയേ പ്രായം? 11 മാസം. പോരാ, പറ്റൂല, 2 വയസ്സാകണം എന്ന് പറഞ്ഞ് പിന്തിക്കണ്ട. ആദ്യം വരുന്ന സമയത്ത് അതിനർത്ഥോണം. എന്നിട്ട് ഒളിഹിയത്തിൻ്റെ മാസം നേർച്ചയാക്കിയത് വിതരണം ചെയ്യും പോലെ അതിന് വിതരണം ചെയ്യും വേണം. പക്ഷെ ഒളിയത്ത് വീടാൻ വേറൊന്നിറക്കും വേണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله
ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കാതെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. 12 കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. 7 ആൾക്ക് ഒരു മൃഗത്തിൽ കൂറാകാൻ പറ്റുന്ന ഘട്ടത്തിൽ 7 ആളുടെയും ലക്ഷ്യം ഒന്നാകണമെന്നില്ല. ഒരാൾ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, മറ്റേ ആൾ അക്കീഖ ഉദ്ദേശിച്ചുകൊണ്ട്, വേറെ ഒരാൾ അവന് ഒരു സൽക്കാരം കഴിക്കാൻ മാംസം കിട്ടണം. അപ്പോൾ ഒരു ഷെയർ കൂടിയതവന് മാംസം കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ 2 വരി അവൻ കൂടിയിട്ട് ഒരു വരി ഉദ്ഹിയ്യത്തുക്കും തിരിച്ചു, ഒരു വരി അവൻ്റെ ആവശ്യത്തിന് വേണ്ടി മാംസമായി കൊണ്ടെടുത്തു. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു മൃഗത്തിൽ കൂറാൻ പറ്റുമോ? കുഴപ്പമില്ല. എല്ലാവരും 7 ആൾ കൂറാവുമ്പോൾ 7 ആളും ഒരേ ലക്ഷ്യത്തിൽ തന്നെ ആകണമെന്നില്ല. ഒരാൾക്ക് ഉദ്ഹിയ്യത്താകാം, ഒരാൾക്ക് അക്കീഖയാവാം, ഒരാൾക്ക് ലഹ്മാവാം, ഒരാൾക്ക് വേറെ വല്ല ലക്ഷ്യം ഉണ്ടെങ്കിൽ അതാവാം. അതിന് കുഴപ്പമില്ല. നേർച്ചയാക്കിയതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ അതിൽ നിന്ന് വേറെ അവൻ്റെ ഓഹരി എടുത്തിട്ട് ഫുഖറാവിന് അത് നൽകണമെന്നേ ഉള്ളൂ. ഇനി ചില ആൾക്ക് സംശയമുണ്ട്, 7 ആൾക്ക് കൂറാകാന്നാണ് 7 കുറഞ്ഞ ആൾക്ക് കൂറാൻ പറ്റുമോ? 6 ആൾക്ക് കൂറാൻ പറ്റുമോ? 5 ആൾക്ക് കൂറാൻ പറ്റുമോ? 7 ആൾക്ക് തന്നെ കൂറാൻ പറ്റുള്ളൂ? 2 ആൾ കൂടി ഒരു പോത്തിന് ഇറക്കാൻ പറ്റുമോ? അതിന് കുഴപ്പമില്ല. 6 ആൾക്ക് കൂടിയിട്ട് ഇറക്കാം. 6 വിഹിതം ഓരോരുത്തർക്ക് ഓരോ സുബഹ് 7-1 ഉദ്ഹിയ്യത്തായി നിൽക്കും. ബാക്കിയുള്ളത് സുന്നത്തായ തത്വൂഴ് ദാനമായിട്ട് അത് നിൽക്കും. അപ്പോൾ 7 ആൾ തന്നെ വേണം എന്നില്ല, 7 കുറഞ്ഞതുമാകാം. 7 ആൾ കൂറാകാൻ പറ്റുന്നിടത്ത് 7 കുറഞ്ഞതും കൂറാവുന്നതിന് കുഴപ്പമില്ല. ഇമാം ഷാഫി തങ്ങൾ ഉമ്മിൽ പറയുന്നു, വലാ തുജ്സിയു അൻ അക്സറ മിൻ സബ്അത്ത്. ഇത്രയേ ഉള്ളൂ. 7-നേക്കാൾ അധികരിച്ചത് അവർ പങ്കാളികളാവാൻ പറ്റില്ല. വൈദാക്കാനു അഖല്ല മിൻ സബ്അത്തിൻ, 7-ൽ കുറവാണെങ്കിൽ അജ്സാത്ത് അൻഹും, അതവർക്ക് മതിയാവും. വഹും മുതതവ്വിഊന ബിൽ ഫളിലി, അവരുടെ വിഹിതം കഴിച്ച് ബാക്കിയുള്ളത് സുന്നത്തായി സംഭവിക്കും. ഏതുപോലെ കമാ തുജ്സിയുൽ ജസൂറു അമ്മൻ ലസിമത്തുഹു ഷാത്തുൻ, ഒരാൾ ഒരാടിനെ അറക്കാൻ നേർച്ചയാക്കി, അവൻ ആട് കിട്ടിയില്ല, ഒരൊട്ടകത്തിനോട് അറുത്തു. എന്നാൽ ആടിനറക്കാൻ നേർച്ചയാക്കിയത് വീടൂലേ? ആ നിയത്തോടുകൂടെ ഒട്ടകത്തിനെയോ പോത്തിനെയോ കാളനെയോ അറുത്താൽ അത് വീടും. ആ 7-1 ആടിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ബാക്കിയുള്ളത് അമ്മൽ ലസിമത്തു ഷാത്തുൻ വയക്കൂന് മുത്തതവ്യം ബി ഫളിലിഹാ നിഷാത്തി, ഓരോഹരി കഴിച്ച് ബാക്കിയുള്ളത് സുന്നത്തായി സംഭവിക്കും. അതിന് കുഴപ്പമില്ല എന്നാണ്. ഇനി എണ്ണം അധികരിപ്പിക്കലും ഒരാൾ ഒരൊട്ടകത്തിനെ അല്ലെങ്കിൽ ഒരു പോത്തിനെ അറുക്കലാണോ 7 ആടറുക്കലാണോ ഉത്തമം? 7 ആടറുത്തെങ്കിലേ ഒരു പോത്തിൻ്റെ സ്ഥാനം നിൽക്കൂ, അല്ലെങ്കിൽ ഒരു കാളൻ്റെ സ്ഥാനം നിൽക്കൂ. അവിടെ 7 ആട് അറക്കലാണ് ഒരു പോത്ത് അറുക്കുന്നതിനേക്കാൾ ഉത്തമം. ഇനി ഒരു പോത്തിൽ കൂറാവലും ഒരാടിനെ സ്വന്തമായി അറക്കലും നോക്കിയാൽ അവിടെ ആടിനെ സ്വന്തമായി അറക്കുമ്പോൾ അവന് വേണ്ടി മാത്രം ഒന്നിൻ്റെ രക്തം ഒലിപ്പിക്കലുണ്ടായതുകൊണ്ട് അതാണ് ഉത്തമം. നിറം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം വെളുപ്പ്, പിന്നെ വെളുപ്പിനോട് അടുത്ത് നിൽക്കുന്നത്. 7 ആട് വരെ ഒരാൾക്കാവാം. അതുപോലെ തന്നെ ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു കാള. ഇനി അതിൽ കൂടുതൽ അർത്താലോ? അവനൊരു 10 പോത്ത് വാങ്ങിയിട്ട് ഉളിഹ്യത്തർത്താൻ കൊടുത്താൽ അത് ഉളിഹ്യത്തായി സംഭവിക്കുമോ ഇല്ലേ? ഫർവൻ ലൗ അറാദ അൻ യുളഹിയ ബി അക്സറ മിൻ സബീഷിയായി,
7 ആടിനേക്കാൾ അധികരിച്ചതുകൊണ്ട് ഉളിയത്തിറക്കാൻ ഉദ്ദേശിച്ചാൽ ഔ ബി അക്സറ മിൻ ബഈരി, അല്ലെങ്കിൽ ഒരൊട്ടകത്തിനേക്കാൾ അധികരിച്ചതുകൊണ്ട് ഫഹൽ യഖഉ ഉളിഹിയത്തൻ, അത് ഉളിഹിയത്തായി സംഭവിക്കുമോ? ഏത് അധികരിച്ചത്? 7 ആട് ഉളിഹിയത്തന്നെ, ഒരു ബഈർ ഒട്ടകം ഉളിഹിയത്തന്നെ. 2 ഒട്ടകർത്ത 2ഉം ഉളിഹിയത്താവുമോ? 10 ഒട്ടകർത്ത 10ഉം ഉളിഹിയത്താവുമോ? ഫീഹി നളറുൻ വയത്തജിഹു അൻ യഖഅ ഉളിഹിയത്തൻ, ഉളിഹിയത്തായി സംഭവിക്കും എന്നാണ് പ്രബലമായ അഭിപ്രായം. എന്തുകൊണ്ട്? വഅന്നഹു ലാ ഹദ്ദ ലി അക്സറ, അക്സറിനിക്ക് അധികരിച്ചാൽ ഇത്ര എന്ന എണ്ണമില്ല. ഇല്ലാ യൂജദ നഖ്ലുൻ ബി ഖിലാഫി ദാലിക, പറ്റില്ല എന്നതിനിക്ക് നഖ്ലുമില്ല എന്ന് മാത്രമല്ല, വയദുല്ലു അലാ ദാലിക, അധികരിപ്പിക്കൽ അനുവദനീയമാണെന്ന് എനിക്ക് തെളിവാണ്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഖ മിഅത്ത ബദനത്തിൻ, 100 ഒട്ടകം കൊണ്ടുപോയി. ഫനഹറ മിന്നാ ബിയദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദായിൽ സ്വന്തം കൈകൊണ്ട് അറുത്തു. സലാസം വസിത്തീന, 63 അറുത്തു. സുമ്മാഅത്ത അലിയൻ, അലി റളിയല്ലാഹു അൻഹു നഴിയൽ മുദിയത്ത കത്തി ഫനഹറ, അലി റളിയല്ലാഹു അൻഹു അറുത്തു. മാ വൈറു, കഴിച്ച് ബാക്കിയുള്ളത്. മാ ഗബുറ ഐ ബക്കിയ, കഴിച്ച് ബാക്കിയുള്ളത്. ഖാൽ ഇമാമുൽ ബുൽഖീനി വഫീ ദാലിക ഇശാറത്തുൻ ഇലാ മുദ്ദത്തി ഹയാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 100 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളിയത്തിറക്കാൻ വേണ്ടി ഹജ്ജത്തുൽ വദാൽ കൊണ്ടുപോയിരുന്നത്. 63 സ്വന്തം റസൂലുള്ളാഹി അറുത്തു. അതിൽ സൂചനയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് 63 എന്നതിലേക്ക് സൂചനയുണ്ട്. ഇനി ഉളിഹിയത്തിറക്കാൻ പറ്റാത്തത്, ഒരു ഹദീസിലുണ്ട്, അർബഉൻ ലാ തുജ്സിയു ഫിൽ അളാഹി അൽ ഔറാൽ അൽ ബയ്യിനു അവറുഹ അൽ മരീളത്തു അൽ ബയ്യിനു മർളുഹ വൽ അർജാൽ അൽ ബയ്യിനു അർജുഹ വൽ കസീറത്തു. ഉളിഹിയത്തിൽ പറ്റാത്ത ജീവികൾ അജിഫാവ്, കാലിൻ്റെ അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജകളൊക്കെ പോയി മെലിഞ്ഞൊട്ടിയത്, ജനങ്ങൾ കണ്ടാൽ അതിന് തീരെ ശ്രദ്ധിക്കപ്പെടുന്നൊരവസ്ഥയില്ല. പറ്റ മെലിഞ്ഞ് അതിൽ ജനങ്ങൾ, അതിൻ്റെ മാംസത്തിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. മറ്റൊന്ന് പറയുന്നത് അൽ മജ്നൂനത്ത്, ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അത് മേയാനും പോകൂല, വെള്ളം കുടിക്കാനും പോകൂല, അങ്ങനെ കിടക്കും, തീറ്റ കൊടുത്താലും തിന്നൂല, അങ്ങനെ അത് പറ്റ മെലിഞ്ഞ് അങ്ങനെ മെലിഞ്ഞാൽ അതും പറ്റൂല. മറ്റൊന്ന് മഖ്തൂഅത്തുൽ ബഅദ്, അതിൻ്റെ അവയവത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മുറിക്കപ്പെട്ടത്, വാല് മുറിച്ചത്, അതിൻ്റെ കാലിൻ്റെ ഒരു പാർശ്വം പോയത്, ചെവി മുറിച്ചത്, അങ്ങനെ അവയവത്തിൻ്റെ ഒരു ഭാഗം മുറിക്കപ്പെട്ടതാണെങ്കിൽ അത് പറ്റില്ല. അൽ മുഖാബലത്ത് മഖ്തൂ മുഖദ്ദമി ഉദിനിഹ, ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞു പോയത്. അതുപോലെ തന്നെ ദാത്തു അറജ്, മുടന്തുള്ളത്, ദാത്തു അവറ്, കണ്ണ് കാണാത്തത്, ദാത്തു മറലിൻ ബയ്യിനിൻ, അതിന് വ്യക്തമായ രോഗമുള്ളത്, ദാത്തു ജറബിൻ വഴി, നല്ല ചൊറിയുള്ള ഒട്ടമൊക്കെ ഉണ്ടാവും, ഭയങ്കര ചൊറിയ, കണ്ടാൽ തന്നെ ഒരു യാതി അവസ്ഥ തോന്നും, അതൊന്നും പറ്റില്ല. ഇതൊക്കെയാണ് പറ്റാത്തത്. കൊമ്പ് പോയത് കുഴപ്പമില്ല, കൊമ്പ് മാംസത്തിൽ ഉദ്ദേശിക്കപ്പെടുന്ന ഒന്നല്ല, കൊമ്പ് പൊട്ടിയതാവാം. ഉളിഹിയത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു. നേർച്ചയാക്കപ്പെട്ടതാണ് എങ്കിൽ 2 നിലക്ക് നേർച്ചയാക്കപ്പെട്ടത് നമ്മൾ പറഞ്ഞു. ഞാനിതിനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ജഅൽതു ഹാദിഹി ഉളിയത്തൻ, ഇതിനെ ഞാൻ ഉളിയത്താക്കി എന്ന് പറഞ്ഞത്, 2 ആണെങ്കിലും അതിൽ നിന്ന് അറക്കുന്നവൻ ചെലവെടുക്കൽ നിർബന്ധമായവർക്കോ ഭക്ഷിക്കാൻ പാടില്ല. മുഴുവനും അത് ദാനമായി തന്നെ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഗ്നിയാവ്, അവർക്കും അത് ഭക്ഷിപ്പിക്കാൻ പാടില്ല. സുന്നത്തായ ഉളിഹിയത്താണെങ്കിൽ അഗ്നിയാവിന് കഴിവുള്ളവർക്ക് കൊടുക്കാം. എങ്ങനെ? 2 പേർക്ക് കൊടുക്കലുണ്ട്. സാധുക്കൾക്ക് എങ്ങനെയും കൊടുക്കാം.
ഇങ്ങനെ കൊടുക്കാറുണ്ടാൽ അവർക്ക് വിൽക്കണമെങ്കിൽ കിട്ടിയത് വിൽക്കുക, ഹിബത്ത് കൊടുക്കണമെങ്കിൽ ഹിബത്ത് കൊടുക്കുക, ദാനം ചെയ്യണമെങ്കിൽ ദാനം ചെയ്യുക. എല്ലാ ക്രയവിക്രയങ്ങളും അനുവദനീയമായ രൂപത്തിലാണ് ഫുഖറാവിന് നമ്മൾ കൊടുക്കുന്നത്. ഒരു കിട്ടിയ കുറേ വാങ്ങിയാണ്ടേ കുറച്ച് വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം. അതേ അവസരത്തിൽ കഴിവുള്ളവർക്ക് വിൽക്കാൻ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് നമ്മൾ സൽക്കരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഹദിയായി കൊണ്ട് നൽകാം. ഹദിയായി കിട്ടിയതും അവർക്ക് വിൽക്കാൻ പാടില്ല. അവർക്ക് ഭക്ഷിക്കുക, കുടുംബത്തിന് ഭക്ഷിപ്പിക്കുക, അതിഥികളെ സൽക്കരിച്ചു കാണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ ചെയ്യാം. വിൽക്കാൻ ഒരു വഴിയും അവർക്കില്ല. അതേ അവസരത്തിൽ കഴിവില്ലാത്ത സാധുക്കൾക്ക് കിട്ടിയത് അങ്ങനെയല്ല. ഏത് ക്രയവിക്രയം അതിലുവാണെങ്കിലും കിട്ടിയതൊക്കെ കൂടെ ഇനി റോഡിൻ്റെ പക്കത്ത് മിനായി പോയാൽ കാണാം. അറുത്തത് കറുപ്പന്മാർ കൊടുക്കുന്നുണ്ട്, അവിടുന്ന് തോലൊഴിച്ച് കൊടുന്നാണ്ട് ഇപ്പുറം കൊടുന്നാണ്ട് അത് ഉപയോഗിച്ച് വിൽക്കൽ തുടങ്ങും. ഇപ്പോൾ ഇതിലക്കുന്നത് അത് കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് വിൽപ്പന നടത്തുന്നതിന് കുഴപ്പമില്ല. കഴിവുള്ളവർക്ക് കിട്ടിയത് വിൽപ്പന നടത്താൻ പറ്റില്ല. അവർക്ക് ഭക്ഷിപ്പിക്കാനും പാടില്ല നേർച്ചയാക്കിയതാണെങ്കിൽ. അപ്പോൾ നേർച്ചയാക്കിയത് നമ്മൾ കൊടുക്കുമ്പോൾ അത് സാധുക്കൾക്ക് തന്നെ കൊടുക്കണം. പിന്നെ നിയ്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. നിയ്യത്ത് രണ്ടാല് സമയത്ത് നിയ്യത്ത് വേണം. ഒരിക്കൽ അറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിയ്യത്ത് വേണം. ജീവികളൊക്കെ അറക്കാൻ വേണ്ടി ആണ് നീക്കി വെക്കുന്ന സമയത്ത് ഇത് ഞാൻ ഉദിയത്ത് ഇറക്കാൻ കരുതിയാൽ പിന്നെ നിയ്യത്ത് വേറെ വെക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ അറക്കുന്ന സമയത്ത് നിയ്യത്തും വെച്ച് അറക്കണം. അറിവ് കഴിഞ്ഞതിന് ശേഷം മതിയാവില്ല. ഇനി ഒരാൾ നേർച്ചയാക്കി ഒരു മൃഗം ഓടിപ്പോയി നിൽക്കും. അപ്പം നേർച്ചയാക്കിയതിന് സമയത്ത് അതിന് കിട്ടിയില്ല. അവൻ്റെ വീഴ്ച കൂടാതെ പോയതാണെങ്കിൽ അവൻ ഉത്തരവാദിയല്ല. അവൻ അറക്കാൻ വേണ്ടി ഉദയത്തിറക്കാൻ വേണ്ടി വെച്ചതിന് കൊടുന്ന് അവൻ്റെ വീഴ്ച കൂടാതെ പോയതാണെങ്കിൽ ഉത്തരവാദിയല്ല. അവൻ്റെ പോരായ്മ കൊണ്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അതിന് പകരമായിട്ട് മറ്റൊന്നിനെ അറക്കണം. അറുത്താലും അറുത്തിട്ടില്ലെങ്കിലും അതിനെ തിരിച്ചു കിട്ടിയാൽ വീണ്ടും കിട്ടുന്ന സമയത്ത് അറക്കണം. കിട്ടുന്ന സമയത്ത് അറുത്തിട്ട് അതിനെ നിർബന്ധമാക്കിയതാണെങ്കിൽ നിർബന്ധമായത് എങ്ങോട്ടാണോ തിരിക്കുന്നത് അങ്ങോട്ട് തിരിക്കണം. സുന്നത്താണെങ്കിൽ സുന്നത്തിന് തിരിക്കുന്ന മാർഗത്തിലും അതിനെ അവൻ തിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്. പിന്നെ അറക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ ബിസ്മിയല്ല, സുന്നത്തുകൾ ബിസ്മിയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിയല്ല, അതിനെ കിബിലയിലേക്ക് ആ മൃഗത്തെ കിബിലയിലേക്ക് തിരിക്കുക, ഇടഭാഗത്തിൻ്റെ മേൽ കിടത്തുക, അറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നീ. കറക്കിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ബിസ്മിയല്ലി, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി 3 പ്രാവശ്യം തക്ബീർ ചൊല്ലി ബിസ്മിയുടെ ശേഷം പിന്നെ പ്രാർത്ഥിക്കണം അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി. ഇത് നിന്നിൽ നിന്നുള്ളതാണ്, വ ഇലൈക നിന്നിലേക്കുള്ളതാണ്, ഫതഖബ്ബൽ മിന്നി എന്നിൽ നിന്ന് നീ അതിനെ സ്വീകരിക്കണം റഹ്മാനെ. അതിനറക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. പഴയ കാലത്തേക്ക് നമ്മൾ കോഴി നറുക്കുമ്പോൾ അന്ന് കുറച്ചർത്താൽ മതിയെന്ന്. കോഴിക്ക് അറക്കണതിന് മുമ്പൊന്ന് വെള്ളം കൊടുക്കും അല്ലേ? ഒരു വെള്ളം കൊടുക്കലുണ്ടല്ലോ, സുന്നത്താണത്. വെള്ളം കൊടുക്കൽ സുന്നത്തുണ്ട് അറക്കുന്ന ജീവിക്ക് അറക്കുന്നതിൻ്റെ മുമ്പ്. അതുപോലെ ഒരു ജീവിനെ അറക്കുമ്പോൾ നമ്മൾ കൂട്ടമായിട്ട് അറക്കുന്നതോട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ജീവിൻ്റെ മുമ്പിലിട്ട് മറ്റേ ജീവിനെ അറക്കരുത്. ഈ അറക്കുന്നത് കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടണം. എന്നിട്ട് രണ്ടാമത്തേനെ കൊണ്ടുവന്ന് അറക്കുക, മൂന്നാമത്തേനെ. ഒരു ജീവിൻ്റെ മുമ്പിലിട്ട് മറ്റതിനെ അറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ വെച്ച് കത്തി മൂർച്ചയാക്കാനും പാടില്ല എന്ന് അതൊക്കെ എനിക്കറിയും. ഞാൻ ഒരിക്കൽ മിനായിൽ പോയപ്പോൾ ഒട്ടകത്തിറക്കുന്ന വലിയ സംഭവം തന്നെ. അതിന് പ്രത്യേക സ്ഥലം വിതരണം ചെയ്യണം. കിട്ടിയൂല് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, അറുത്ത സ്ഥലത്ത് വിതരണം ചെയ്യണം. നക്കില് പാടില്ല. നക്കില് പാടില്ല നേർച്ചയാക്കിയതാണെങ്കിൽ ഒരു കഷ്ണം അതിൽ നിന്ന് നക്കിൽ പാടില്ല എന്നാണ്. കുറഞ്ഞ നാട് അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത നാടുകളുണ്ടാവും. എന്നാൽ ആ നാട്ടിൽ നിന്ന് കാശ് കൊടുക്കുക. എവിടേക്ക്? ഈ ഒളിഹിയത്തില്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ നാട്ടിൽ വാങ്ങിയിട്ട് അറക്കാൻ വേണ്ടി. അതിന് കുഴപ്പമില്ല, അത് ഈ അറക്കാലോ. 10 വരെ ആ അറവിൻ്റെ സമയം വരെ ഒരു നാട്ടിലായിരുന്നു. പിന്നെ അവൻ വേറെ നാട്ടിലേക്ക് പോയി. എവിടെ? അവിടെ നിസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് വേറെ നാട്ടിലേക്ക് പോയി. ഇപ്പോൾ ഉസ്താമാർക്കൊക്കെ കുറേ വരും. ഒരു 1 മുതൽക്ക്
10 വരെ പെരുന്നാൾ നിസ്കാരം കഴിയണവരെ എവിടെയായിരിക്കും? ഒരു മഹലത്തിലായിരിക്കും. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ചോറും വെച്ചിട്ടാണ് നാട്ടിൽ പോരുക. ഇന്ന് നാട്ടിലെത്തിയാൽ ഇപ്പോൾ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അറക്കണം, അല്ല ഇവിടെ അറക്കാൻ പറ്റൂല, അങ്ങനെ ഉണ്ടല്ല. അറക്കുന്ന സമയത്ത് എവിടെയാണോ അറക്കാൻ ഉദ്ദേശിക്കുന്ന അവിടുന്ന് നക്കൽ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവൻ ആദ്യേ നിയ്യത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇറക്കണം എന്നല്ല, എവിടെ ഇറക്കണം എന്നാ, ഇവിടെ ഇറക്കണം എന്നാ. എന്നാൽ അവിടുന്ന് വെർഷ്യം വാഹിദ് മിനൽ അസ്നാഫ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കാൻ പറ്റും. കാലബിൻ ഉജൈൽ അൽ യമനിയു സലാസു മസായില, 3 മസ്അല ഫി സക്കാത്തി, സക്കാത്തിൽ യുഫ്താ ഫി ഹാദിൽ ഫത്വ കൊടുക്കുക അലാ ഖിലാഫിൽ മദ്ഹബി, ഷാഫി മദ്ഹബിന്റെ ഖിലാഫും ഉണ്ട്. ഒന്ന് നഖലു സക്കാത്ത്, സക്കാത്ത് നക്കൽ പാടില്ല എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. മറ്റ് 3 ഇമാമിങ്ങളും പറയുന്ന നക്കൽ പറ്റുന്നതാണ്, അതിന് കുഴപ്പമില്ല. അപ്പോൾ സക്കാത്ത് നാട് നക്കൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. വദഫ്ഉ സക്കാത്തി വാഹിദിൻ ഇലാ വാഹിദിൻ, ഏഴിലൊന്ന് നേർച്ചയാക്കിയതാ. ഒരാളിനെ ഫുള്ള്, അത് 7 ആളോ? ഒരാൾ ഫുള്ളർത്തതാ, ഇവന്റെ വിഹിതം മാത്രം നേർച്ച. എന്നാൽ അതിന് 7 തക്സീമാക്കുമ്പോൾ കൃത്യമായി തൂക്കിയിട്ട് തന്നെ വേണം. ഇതിലൊന്ന് തോലിൽ പെടൂല. തോലിൻ്റെ 7 കൊടുക്കുന്നത് ഫുഖറായിന് തന്നെ ആവണം. ഏഴ് ആടിന് അറുക്കലാണ് ഉത്തമം. ഒട്ടകാണെങ്കിൽ തന്നെ ഒട്ടകത്തെ അറുക്കുന്നതിനേക്കാണ് 7 ആട്. കാരണം 7 ആടിനെ അറുക്കുമ്പോൾ 7 രക്തം ഒലിപ്പിക്കലുണ്ട് എന്നതാണ്. ആദിഹി ഉലിഹിയത്തി എന്ന് പറഞ്ഞാൽ മതി, ജാഹില് വേണമെന്നില്ല. ആദിഹി ഉലിഹിയത്തി എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ മനസ്സിലായി. എങ്ങനെ എല്ലാവരും കരുതിയിട്ട് ആ കൊടുത്ത എല്ലാവരും നിന്നുള്ളതാണ് കരുതണം. ഒരാൾക്ക് അതിനത് തൈനാക്കി എടുത്തു, ബാക്കി 6 അവിടെ വെച്ചു. ഒരാൾക്ക് തൈനാക്കി എടുത്തിട്ട് അവൻ എല്ലാവരും കരുതി കൊടുത്തു, അത് പറ്റൂല. കൂട്ടിട്ടതിൽ നിന്ന് കൊടുക്കുന്നത് എല്ലാവരും തൊട്ടും കരുതിയാൽ മതിയാവും. കൊടുക്കുന്നത് ഒരല്പം ആണെങ്കിലും 100 ഗ്രാം ഉദാഹരണം പറയാം. അതായത് ഒരു മുത്തമവ്വിലാകാൻ ഒരു മാലിനോട് മുക്കാവിലാകാൻ പറ്റണം. 7 ആൾക്കും കൂടി അത് മതിയോ? 7 ആൾക്കല്ല, ഓരോരുത്തർക്കും വരണം. അവിടെ പറഞ്ഞത് 7 ആടിനെ അറുക്കുന്ന ഭാഗത്താണ് 7 ആൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 7 ആളിൽ നിന്നും കൊടുക്കണം. ഒരാളിൽ നിന്ന് കൊടുത്താൽ മാത്രം പോരാന്ന് പറഞ്ഞിരിക്കണ്. അത് 7 ആടിൻ്റെ സ്ഥാനത്താണ്, 7 ഉദഹിയത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പം അതുകൊണ്ട് 7 നിന്നും കൊടുക്കപ്പെടുന്ന ഓരോന്നും അതിൽ നിന്ന് പരിഗണിക്കപ്പെടുന്ന രൂപത്തിലാവണം. ഖരീബുൽ വിലാദത്ത് അയാൾ ഉൻസന അറക്കുന്നിടത്ത്, എങ്ങനെ പെണ്ണിനെ അറക്കുന്നിടത്ത് ഖരീബുൽ വിലാദത്ത് മുല കുടിക്കുന്ന കുട്ടീനെ, ഇപ്പം മുല കുടിക്കുന്ന കുട്ടിയുള്ള ഒരു പോത്തുണ്ടാവില്ല, എരുമ. അതിനർത്ഥം പറ്റുമോ? പറ്റും. ഇന്ന് പ്രസവിച്ച് നാളെ ഇറക്കാം. ഖരീബുൽ വിലാദത്തിന് കുഴപ്പമില്ല. അത് മതി. പിന്നെ ഉലമാൻ്റെ ഖിലാഫായിരിക്കും. തൊഫി പറഞ്ഞത് പറ്റുന്ന മൂപ്പര് അധിക സ്ഥലത്തും റംലി ഇമാമിൻ്റെ ത്വരീക്ക് പ്രകാരം പറയാറുണ്ട്. ഖുലാസിയിൽ പറ്റുന്ന ശരി തന്നെ ഉണ്ട്.
ഖരീബുൽ അഹദി ബിൽ വിലാദത്തി തുജ്സിയു അലാ മാ റജ്ജഹു ഇബ്നു ഹജർ വറംലി ഖിലാഫൻ ലിശ്ശിർബീനി. ഇബ്നു ഹജർ തങ്ങൾ റംലി ഇമാമിനുള്ള അവിടെ അഭിപ്രായം. ഖരീബത്തുൽ അഹദി ബിൽ വിലാദത്തി, അടുത്ത് പ്രസവിച്ച തുജ്സിയു, അത് മതി. അലാ മാ റജ്ജഹു ഇബ്നു ഹജർ തങ്ങൾ റാജിയാക്കിയ അനുസരിച്ചും റംലി ഇമാം റാജിയാക്കിയ അനുസരിച്ചും ഷിർബീനി ഇമാമിന് അഭിപ്രായം ഉണ്ട്. ഖളാ വീട്ടാൻ പറ്റുമോ? ഉളഹിയ്യത്ത് ഒരു 10 വർഷത്തെ ഒന്നിച്ച് ഒരു വർഷത്തിൽ അറുത്തിട്ട് കഴിഞ്ഞു പോയ 10 വർഷത്തേക്കുള്ള ഖളാ വീട്ടാൻ പറ്റും. ഉളഹിയ്യത്ത് ഖളാ വീട്ടാൻ പറ്റുമോ? ഖളാ ഏത് കാര്യം വീട്ടാം, വുജൂബില്ല, സുന്നത്തായിട്ട്. അതേ അവസരത്തിൽ ഒന്നും തയ്യീനാക്കിയിട്ടുണ്ട് എങ്കിൽ അത് വക്തിൽ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിർബന്ധമാണ് ഖളായിട്ട് അടുത്ത കൊല്ലത്തേക്ക് പിന്തിക്കാൻ പാടില്ല. ഒന്ന് നമ്മൾ തയ്യീനാക്കിയിരുന്നു, ഇത് നമുക്ക് ഉദഹിയത്തിനാണ്, എന്തോ കാരണം കൊണ്ട് അവന് ആ ഉദഹിയത്ത് ഇറക്കുന്ന സമയത്ത് അത് ഇറക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നിർബന്ധമായിട്ടും എപ്പോൾ വേണം, ആ സമയം കഴിഞ്ഞിട്ട് എപ്പോഴാണോ സൗകര്യം പെടുന്നത് അപ്പോൾ വേണം. പിന്നെ മറ്റേ സുന്നത്താണ്, സുന്നത്തുള്ള സുന്നത്തായിട്ട് ഖളാ വിട്ടു. റസൂലുള്ളാഹി 63 ഒന്നിച്ചറുത്ത് ഒറ്റ വർഷം അനർത്ത്. ഒരു വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ 100 ബദനത്തിനെ കൊണ്ടുപോയി അതിൽ 63 റസൂലുള്ളാഹി സ്വന്തം അറുത്തു, ബാക്കിയുള്ളത് അലി റളിയല്ലാഹു അൻഹു അറക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. അത് തെളിവ് പറഞ്ഞത് ഉളഹിയ്യത്ത് എത്രയും ആകാന്നുള്ളതിനാണ്. ഒന്നറുത്ത കത്തി കഴുകൽ നിർബന്ധമുണ്ടോ? കഴുകൽ നിർബന്ധമല്ല. പഴയ കാലത്തുള്ള ഉലമാ അതിൽ വലിയ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതുമുള്ള ഇത് നജസ്സായതുകൊണ്ട്, നജസ്സില്ലാത്തത് കൊണ്ട് അറിവ് ശരിയാവുമെങ്കിലും അത് ഏറ്റവും സൂക്ഷ്മതയും നല്ലതും കഴുകലിന്. ഇപ്പോഴത്തെ കോഴിക്കടയിലൊക്കെ കോഴിൻ്റെ തലയും ഒന്നിച്ച് വലിച്ചു പിടിച്ചിട്ട് ഒരാളാണ് അറക്കുന്നത്. ആ അറിവിൻ്റെ വിധി എന്താണ്? ഇപ്പോൾ അറിവ് ശരിയായിട്ടുണ്ടെങ്കിൽ പറ്റും. അറിവിന് ഇന്ന് അൽക്കും മുരിയൊക്കെ അറണമെന്നല്ലേ, അതൊക്കെ അറുത്തിട്ടുണ്ടെങ്കിൽ പറ്റും. അൽക്കും മുരിയൊക്കെ അറിയുന്നുണ്ട്, അതോടൊപ്പം ജീവനെ. അപ്പോൾ സഹാബത്തിന്റെ കാലത്തും കാലുകൊണ്ട് ചവിട്ടി പിടിച്ച് ഒരാൾ തല പിടിച്ചുകൊണ്ട് ഒരാൾ തന്നെ അറക്കലുണ്ട്. ഒരാൾ പിടിക്കും, ഒരാൾ അറക്കണം, അങ്ങനെ ഷറയിലില്ല. അറക്കുമ്പോൾ മുറിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ മുറിക്കലുണ്ടാവണം. നമ്മുടെ തൊട്ടടുത്ത മഹല്ലിൽ അറുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ഈ മഹല്ലിൽ ഒരു മൃഗത്തെ വളർത്തി, മൃഗത്തെ വാങ്ങി. തൊട്ടടുത്ത മഹല്ലിൽ അറുക്കാൻ വേണ്ടി മൃഗത്തെ അറിവിൻ്റെ സമയം വരെ തൊട്ടടുത്ത ഈ മഹല്ലിൽ നിർത്തുന്നു. അറിവിൻ്റെ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതിന് കുഴപ്പമുണ്ടോ? നക്കലാവുമോ? ഇല്ല. നമ്മൾ പറഞ്ഞല്ലോ, അറക്കാൻ ഉദ്ദേശിച്ച മഹല്ലിൽ നിന്ന് കൊണ്ടുപോകലാണ് നക്കല്. ഇപ്പം അറക്കാൻ ഉദ്ദേശിച്ച മഹല്ലിക്ക് കൊണ്ടുപോവുക, മഹല്ലിൽ നിന്ന് കൊണ്ടുപോകുകയല്ല. ഈ മഹല്ലിൽ അറക്കാൻ ഉദ്ദേശിച്ചിരുന്ന മൃഗമാണ് തൊട്ടടുത്ത മഹല്ലിലേക്ക് കൊണ്ടുപോകും. അത് അറക്കാൻ ഉദ്ദേശിച്ച മഹല്ലിൽ നിന്ന് മറ്റു മഹല്ലിലേക്ക് കൊണ്ടുപോകുക എന്നാണ് നക്കല്. അറക്കാൻ ഉദ്ദേശിച്ച മഹല്ലിലേക്ക് കൊണ്ടുപോകലല്ല, അറക്കാൻ ഉദ്ദേശിച്ച മഹല്ലിൽ നിന്ന് കൊണ്ടുപോകലാണ് നക്കല്. ഇപ്പോൾ ഗർഭം ചെന പിടിപ്പിക്കാൻ വേണ്ടി ബീജം കുത്തിവെച്ചുകൊണ്ടാണ് തോനയും നടക്കുന്നത്. ഫഹലില്ല. അപ്പോൾ അതിൽ മൃഗങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. എങ്ങനെ? മൃഗത്തെ ബീജം കുത്തിവെച്ചുകൊണ്ട് ചെന പിടിപ്പിക്കുന്നു. ആ ചെനയിലുണ്ടായ മൃഗത്തെ അറുക്കലാണോ നല്ലത്, അതോ നേരിട്ട് നടന്ന ബന്ധത്തിലുണ്ടായത് അറുക്കലാണോ നല്ലത്? അത് കാമിലാണോ? എല്ലാ ഷർത്തും ഒത്തതാ? മൃഗത്തിന് നെസബല്ലാത്തത് കൊണ്ട് എങ്ങനെ ഉണ്ടായി നോട്ടല്ല. ഫഹലിന്റെ വിഷയം പറഞ്ഞില്ലേ, മറ്റൊരു മൃഗവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് മതിയായതുമല്ല. കമാലാണ് നോട്ടം, ജീവിന്റെ കമാല്. അപ്പൊ ഒരു മാന് പൂർണ്ണമായതാണ് എങ്കിൽ അതൊരു കുഴപ്പമില്ല. ഒരു മാന് ആടുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ആട്ടിൻകുട്ടി ഉണ്ടായി. എങ്ങനെ? ഒരു മാന് ആടുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ആട്ടിൻകുട്ടി ഉണ്ടായി, എന്നാൽ അത് മതിയാവുമോ? മതിയാവില്ല എന്ന് ഫുഖഹാവ് പറഞ്ഞു, അതുകൊണ്ട് മതിയാവില്ല. നമ്മള് അവിടെ ഇറങ്ങാണ് വേണ്ടത്. ഇനി ഇറങ്ങാനൊക്കെയുള്ള വഴിയാണ് നക്കല് ജായിസ എന്നുള്ള കൗലൊക്കെ പിടിക്കല്. അപ്പോൾ പിന്നെ ബസ്സിൽ യാത്ര ചെയ്യാം. അതിനാണ് ഇപ്പം ഞാൻ അതിനെ പറ്റൂല. ആൾ പിടിച്ചാൽ മതി.
പ്രബലമായ അഭിപ്രായ പ്രകാരം എവിടുന്ന് വുജൂബാവും ഇറങ്ങിക്കൊടുക്കണം. ഇനി അവിടെ ഒരു നിലക്കും തമക്കൂരില്ലെങ്കിൽ അടുത്തോടത്തേക്ക് പോകാം. അതിനൊക്കെ ജായിസാന്ന് പറഞ്ഞിടത്തുമുണ്ട്. ഒരാടിനെ അറുക്കാൻ നിർത്തിയാൽ തൂങ്ങിനാലും പറ്റൂല. ഒരാടിനെ അറുക്കാൻ നിർച്ചയാക്കി, ഒരാടിനെ അറുക്കാൻ നിർച്ചയാക്കി, എന്നിട്ട് അറുത്തത് പിന്നെ ഒട്ടകമാണ്, എന്നാലത് മതിയാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ആടിന്റെ ഇറച്ചിന്റെ അത്ര കതിറ് പിന്നെ സ്വതക്ക ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇയാൾക്ക് എടുക്കാൻ പറ്റും? അവൾക്ക് പറ്റും. ബാക്കിയുള്ളതിന് തത്തവൂഴിന്റെ ഹുക്കുമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഒരാൾ ആടിനെ അറുക്കാൻ നിർച്ചയാക്കി, അറുത്തത് ഒരു കാളനെയാണ് അല്ലെങ്കിൽ പോത്തിനെയാണ്, എന്നാൽ ആടിന്റെ അത്ര വിഹിതം പിന്നെ നെതറിന്റെ നേർച്ചയാക്കിയ വകുപ്പൊക്കെ തിരിച്ചിട്ട് ബാക്കിയുള്ളത് തത്തവുമായിട്ട് ഉപയോഗിക്കാം. മക്കള് വിൽക്കാൻ പറ്റൂല. ആർക്ക് വിൽക്കാൻ പറ്റൂല? ഏത്? അല്ല, ഈ ആടിന്റെ കതിർ ഫുള്ള് സ്വതക്ക കൊടുത്തിട്ട് ബാക്കി വിൽക്കാൻ പറ്റൂല. വിൽക്കാനല്ല, വിൽക്കാൻ പറ്റൂല. വിൽക്കാൻ പറ്റണമെങ്കിൽ അവൻ ഏതാകണം വെച്ചാൽ ഇവൻ ഈ ആടിൻ്റെത് മാത്രം ബാക്കിയുള്ളതിനെ ലഹം ഉദ്ദേശിക്കണം. അവൻ ലഹം എടുക്കുക എന്ന് ഉദ്ദേശിക്കേണ്ടാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഉദഹിയത്തിന്റെ കമ്മിറ്റിക്കാർ കാശ് കൊടുക്കുമ്പോഴേ, ഒരു ഉദഹിയത്തിന്റെ കമ്മിറ്റിക്ക് നമ്മൾ കാശ് കൊടുക്കുമ്പോൾ ഒരു എല്ലാവരും 5000 ഉറുപ്പിക എടുത്ത് അങ്ങനെ ഓലൊരു 4-5 കന്നിനെ വാങ്ങി അറക്കും. അങ്ങനെ അറക്കുമ്പോൾ അവിടെ പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മസലകൾ എങ്ങനെയൊക്കെയാണ്? കാരണം എനിക്കറിയില്ല എൻ്റെ കന്ന് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. 14 ആളുണ്ട് എങ്കിൽ 7 ആളെ ഇന്ന് നിർണയിച്ചിട്ട് ഒരു മൃഗത്തെ അവർക്ക് നിർണയിച്ചു കൊടുക്കാം. അങ്ങനെ 14 ആൾ കൂടിയിട്ട് 2 എണ്ണം അറക്കാനാണ് തീരുമാനമെങ്കിൽ ഈ 7 ആൾ അതിന് തയ്യനാക്കിയിട്ട് അവർക്ക് ഒരു ഇതിൽ നിന്നുള്ള ഒരു ജീവിനും തയ്യനാക്കുക. സ്വാഭാവികമായിട്ടും പിന്നെ 2 കന്ന് 2 വില ആവുമല്ലോ. അല്ലാതെ നമ്മൾ 14 ആൾ കൂടിയിട്ട് 2 എണ്ണത്തിന് വാങ്ങിയ ഈ 14 ആൾക്ക് 2-ൽ നിന്നുള്ള ഓരോ ജുസയിലും ഇഷ്ടറാക്കാം. അപ്പോൾ തീരെ ഉപയോഗത്തിൽ കിട്ടാതാവും. ഔദ്യോഗിക സഹിയാവൂല, ഔദ്യോഗികത്ത് സഹിയാവൂല. അപ്പോൾ അതായത് ഓരോ കന്നിന്റെ വില അനുസരിച്ച് അതിനനുസരിച്ചുള്ള ചുരുക്കത്തിനനുസരിച്ച് വില അതിന്റെ വില നോക്കിയിട്ട് 7 ആളുകൾ തയ്യനാക്കിയിട്ട് അവർക്കുള്ള മൃഗം തയ്യനാക്കിയിട്ട് അതിന്റെ വില നോക്കിയിട്ട് ഇവർ കൊടുത്തത് അതിന്റെ വിലക്ക് മതിയാകണം. എല്ലാവർക്കും തുല്യമായിട്ട് കാശ് വാങ്ങുന്നുള്ള സംഗതി ആ പദ്ധതി പറ്റൂലാണ്. കൃത്യമായിട്ട് കാശ് വാങ്ങി കൃത്യമായിട്ട് മൃഗങ്ങളെ കിട്ടുമോ? ഒരേ വിലക്കെല്ലാം മൃഗം കിട്ടുമോ? ഒരു മാർഗം സാധാരണ മാർഗം തന്നെ. ഒന്നിരിക്കൽ ഓരോന്നോരോന്ന് വാങ്ങിക്കോട്ടെ. ഒരു 10 മൃഗത്തിനെ വാങ്ങിയിട്ട് കൊണ്ടുവന്ന് അറുത്ത് മാംസാക്കി വിതരണം ചെയ്യുമെങ്കിൽ 10 പ്രാവശ്യമായിട്ട് വാങ്ങാൻ പറ്റൂലേ? അല്ലെങ്കിൽ വാങ്ങുന്ന ആൾ എന്ത് ചെയ്തോട്ടെ, ഒറ്റക്കാൻ കാശ് കൊടുത്ത് ഒന്നായിട്ട് വാങ്ങിക്കോട്ടെ, അവനോട് വാങ്ങാം. ആ വാങ്ങിയതിന് എന്ത് ചെയ്യാം, ഈ 7 ആൾക്കുള്ളതാ ഇതിന് ഇത്ര റുപ്യ, നിങ്ങൾ 7 ആളും കൂടി ഇത്ര തരണം, വിൽക്കട് കൊടുത്തോട്ടെ, വിറ്റോട്ടെ. വേറെ എണ്ണം നിങ്ങൾക്ക് 7 ആൾക്ക് എത്ര റുപ്യ നിങ്ങൾ വന്നടി, അങ്ങനെ തയ്യനാക്കുക. ഇത് അങ്ങാടി പോയിട്ട് മൊത്തത്തിൽ വാങ്ങി എല്ലാവർക്കും കൂടി ആയാൽ അത് മുഷ്തർക്കായി കിടക്കൂലേ? അങ്ങോട്ടിരിക്കും ഡ്രൈവ് ചെയ്താൽ പറ്റില്ല. ഏഴാളും കൂടി അർത്തു വക്കീലിനാക്കാം. ഉദഹിയത്ത് അറുക്കുന്നിടത്ത് ഷാഹിദാവുൽ സുന്നത്തുണ്ടല്ലോ അല്ലേ? അപ്പൊ സ്ത്രീകളുടെ ഉദഹിയത്താണ് അറുക്കുന്നതെങ്കിൽ ഷാഹിദാവുൽ സുന്നത്തിൽ ആങ്ങൾ അർത്ഥോട്ടെ, ആങ്ങൾ ഒരു മഹറം അർത്ഥോട്ടെ. എന്നാൽ മറല്ലാത്തന്നെ ഷാഹിദാകാം. ഇനി അജിനബിയെ ഇറക്കണമെങ്കിൽ ഷാഹിദ് ഒരു മയ്യത്ത് സ്കരിക്കൂലായിരുന്നു വന്നു. കാരണം അന്നങ്ങനെയാണ് പലത്. പിന്നെ ഇങ്ങനെ കാലങ്ങൾ കൂടുന്ന സമയത്ത് ജനങ്ങൾ ബന്ധങ്ങൾ ഓരോന്നായിട്ട് വന്ദിക്കുന്നതനുസരിച്ചൊക്കെ മാറി മാറി വരും. കുറച്ച് മാറ്റം. നിങ്ങൾ എന്താ വയ്ക്കണേ? ഫിത്ർ സക്കാത്ത് വയ്ക്കണോ ഉദയത്ത് വയ്ക്കണേ? പഴയ ബലത് നിർണയിക്കൽ മിസ്റും ബലതും കറിയും 3 കിതാബിൽ നിർണയിച്ച രൂപം. മിസ്ർ പട്ടണം എന്ന് പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ വേണം, മഹ്കമ കോടതി വേണം, സൂക്കും വേണം. 3 കൂടിയായതായി മിസ്റായി. 3